ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഹാപ്പി സോണിൻ്റെ ഒരു മാസ് മുദരിസ് ട്രെയിനിങ് വരാനിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ടോക്ക് സീരീസ് സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയാണിത്. പല എപ്പിസോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നതും അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളുമാണ്. ആ ചർച്ച പൊതുവെ ഒരു സമൂഹത്തിന് ഉപകരിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. പലരും നല്ല അഭിപ്രായം പറയുകയും ഇത് തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കൊഴിഞ്ഞു പോകാനുള്ള വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. പല കാരണങ്ങളും നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം, ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞാൽ എളുപ്പമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഒരു രക്ഷിതാവ് വന്നു. വിദ്യാർത്ഥിയല്ല, ഇപ്പം ജോലി ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ കണ്ടു, സമീപിച്ചു, സംസാരിച്ചു. കുറച്ച് സമയം സംസാരിച്ചപ്പോൾ ആ കുട്ടി വളരെ സൈലൻ്റാണ്, നല്ല ശാന്ത സ്വഭാവക്കാരനാണ്. പക്ഷെ ഈ കുട്ടിയെക്കുറിച്ച് പറയുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ മാരകമാണ്. ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്നൊക്കെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പോൾ പോയിട്ട് ദൂരെ എവിടെയെങ്കിലുമൊക്കെ 2 വീലർ എടുത്ത് 300-400 കിലോമീറ്റർ ഒക്കെ അകലെയുള്ള ഇതിലേക്ക് എവിടേക്കെങ്കിലും പോകും. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, മോൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇവനൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ വീണ്ടും അവനായിട്ടൊന്ന് ആയത്തിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു. നമ്മൾ റാപ്പോ സെറ്റ് ചെയ്യാന്ന് പറയും. അപ്പം ഈ ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? തീർച്ചയായും. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ചില സമയമുണ്ട്, ആ സമയം ഒന്നും പിടുത്തം കിട്ടുന്നില്ല, എനിക്ക് ഓർക്കാനും ഒന്നും പറ്റുന്നില്ല. എന്താണ് ആ സമയം? എൻ്റെ ചില ഓർമ്മകൾ, കഴിഞ്ഞകാല ഓർമ്മകൾ, അതാണ് എന്നെ ഇത്ര വേദനിപ്പിക്കുന്നത്. ആ ഓർമ്മ ഇങ്ങോട്ട് വരുമ്പോൾ അതെന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനൊരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു മൊബൈല്, ചെറിയ മൊബൈലാണ്, പക്ഷെ അതിൽ ഈ ചിപ്പിടാൻ പറ്റും. ചിപ്പിട്ടാൽ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ മൊബൈലിലെ സ്ഥാപനത്തിൽ വെച്ചിട്ട് നാട്ടിൽ പോയ സമയം എൻ്റെ ഒരു കൂട്ടുകാരിൽ ഒരാൾ ആ മൊബൈൽ എടുത്ത് ഉപയോഗിച്ചു. അതിൽ എന്തോ സിനിമയോ അങ്ങനത്തെ എന്തോ ഒന്ന് ആഡ് ഓൺ ചെയ്തു, അതിൻ്റെ ഉള്ളിലിട്ടു. എന്നിട്ട് അത് കണ്ടു. ഈ കാണുന്ന സമയത്ത് ഉസ്താദ് പിടികൂടി. അപ്പം ഇതാരതാണ്? ഇത് ഇന്നാലിന്ന ആളതാണ്. അപ്പോൾ ഇവൻ പ്രതിയാകുക. ഇവൻ വന്നപ്പോൾ ഇത് ഉസ്താദിൻ്റെ കയ്യിലുണ്ട്, ഇത് ഈ അധ്യാപകൻ്റെ കയ്യിലുണ്ട്. ഈ അധ്യാപകൻ അത് ഇയാളുടെ റൂമിൽ വെച്ചിരിക്കുകയാണ്. ഈ അധ്യാപകന്റെ പ്ലാന് ഈ രക്ഷിതാവിനെയും കൂടെ വിളിപ്പിക്കലാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ പിതാവ് എന്ന് പറയുന്നത് വലിയ ഒരു ആദരണീയനാണ്. ഒരിക്കലും അത്ര ഒരു സംഗതി ഇവനിൽ നിന്ന് രക്ഷിതാവ് കണ്ടാൽ ഇവന് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഭയങ്കര പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവൻ ഈ ഉസ്താദിനോട്, ഈ അധ്യാപകനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ്, ഞാൻ നിരപരാധിയാണ്, ഞാനത് കൊടുത്തതല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊന്നും ഇയാൾ ചെവിക്കൊണ്ടതേ ഇല്ല. പക്ഷെ ചെവിക്കൊണ്ടതേ ഇല്ല എന്നായപ്പോൾ പിറ്റേ ദിവസം രക്ഷിതാവ് വരും. രക്ഷിതാവിനിത് കാണിച്ചാൽ ഇവനത് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പൊ ഇവൻ നല്ല രീതിയിൽ പറഞ്ഞിട്ട് കേൾക്കാതായപ്പോൾ ഇവൻ കാണാതെ ഈ മൊബൈൽ എടുത്തിട്ട് ഈ ചിപ്പ് ഊരി വെച്ചു. എല്ലാ പരിശ്രമം കഴിഞ്ഞിട്ട് അപ്പോൾ അത് CCTV നോക്കി പിടിച്ചിട്ട് ഇവനെ ശിക്ഷിച്ചു. അവൻ പറയുന്നത്, അതും ഞാൻ സഹിച്ചു, സാരമില്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ലേ, നിവൃത്തികേട് കൊണ്ടാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അതിൻ്റെ പരിണിത ഫലമായുള്ള സമീപനങ്ങളും കണ്ടിട്ട് പദപ്രയോഗങ്ങളും അത് എന്നെ തളർത്തിക്കളഞ്ഞു. അതിനുശേഷം ഞാനൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയി. അവിടെ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ ജോലി ചെയ്യുകയാണ്. പക്ഷെ ജോലി ചെയ്തിട്ടും എനിക്ക് ഈ ഓർമ്മ വരുന്ന സമയം ഞാൻ അനിയന്ത്രിതനായി പോകുമ്പോൾ ഞാനങ്ങ് ചെയ്യാണ്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, എന്നോടുള്ള ഈ ഒരു സമീപനം എന്നിലുണ്ടാക്കിയ പരുക്കാണ് ഞാൻ ഇങ്ങനെ ആയത്. പറഞ്ഞാൽ അവൻ്റെ നാച്ചുറാലിറ്റി, അവൻ്റെ പ്രകൃതം എന്താണ്? ശാന്തമാണ്. ഒരാളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അവന് പ്രകൃതം ഇല്ല അങ്ങനെ. പക്ഷെ അവൻ ഇങ്ങനെ ആയി മാറി. അവൻ എന്നോട് പറഞ്ഞത്, എനിക്ക് ഇങ്ങനൊന്നും അറിയില്ല, ഒരാളോട് എതിർക്കുക, ഒരാൾ മോശമായിട്ട് അങ്ങനെ എനിക്കറിയില്ല. കാരണം എൻ്റെ വളർച്ച കാലം മുതലേ എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം എൻ്റെ പിതാവിനോടായാലും മാതാവിനോടായാലും എല്ലാവരോടും ഞാൻ ഈ ഓർമ്മ വരുന്ന സമയം ഞാൻ പൊട്ടിത്തെറിയും. അവിടെ എന്തും പറയും, എന്തും ആക്ട് ചെയ്യും. ഇപ്പം ഞാൻ അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി കൊഴിഞ്ഞു പോകുന്നതിലെ ഒരു കാരണമാണ്
അധ്യാപകരുടെ ചില തെറ്റിദ്ധാരണയുടെ പിൻബലത്തിലുള്ള പെരുമാറ്റം. ഈ പെരുമാറ്റം ഒരു പരിഹാരം കാണേണ്ട സമീപനമാണ്. അഥവാ ഒരു കുറ്റം കൈകാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ പ്രതിയായി കാണുന്നതിന് പകരം ആ കുട്ടിയുടെ ഒരു സഹകാരിയായി, സപ്പോർട്ടീവ് പേഴ്സൺ, അയാളെ പിന്തുണക്കുന്ന ഒരാൾ ആവുക എന്ന ഒരു സമീപന രീതി ആർക്ക് വേണം? അധ്യാപകർക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം സമീപന രീതി മാറുക. ഇതൊരു അനിവാര്യമായൊരു മാറ്ററാണ്. ഇതാണ് ഇതിൻ്റെ തുടക്കത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതിൽ ലാസ്റ്റത്തെ ഒരു ഭാഗമായിരുന്നു. ഇനി ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരിക്കലും നമ്മളെ മലപ്പുറം ലെറ്റ് നടക്കുമ്പോൾ, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ യൂസുഫ് സൈദി ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഉസ്താദ് ഇരുന്ന പുസ്തകം കണ്ടതാണ് നമ്മളെ ചർച്ചാ വിഷയങ്ങളും അതിൽ പലരും ഇത്തരം പ്രശ്നങ്ങൾ പറയുന്നതും അതിൻ്റെ പരിഹാരം കാണുന്നതും കണ്ട അനുഭവങ്ങളും ഇത് ധാരാളം നമ്മൾ അനുഭവിച്ചതാണ്. പക്ഷെ ഇതൊരു സ്കില്ലായിട്ട് ഒരാളിൽ ഉണ്ടാകണം. അതിൽ എന്നെ ആകർഷിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. അത് സൈദി ഉസ്താദിനെ ക്ഷണിക്കാൻ തന്നെ കാരണം എൻ്റെ കൂടെ നമ്മുടെ ഹാപ്പി സോൺ സിസ്റ്റത്തിൽ വണ്ടൂർ സെൻട്രൽ ലീഡ് ചെയ്യുന്ന നിയാസ് സൈദിയുടെ ഉസ്താദും ബന്ധുവും കൂടിയാണ് ഉസ്താദ്. എന്നോട് പറയും പലപ്പോഴും നമ്മളെ ഈ സിസ്റ്റത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ലൈഫിൽ വെച്ച് പുലർത്തുന്ന ആളാണ് സൈദി ഉസ്താദ്. അന്ന് വന്നപ്പോൾ തന്നെ സംസാരത്തിലും വളരെയേറെ അത് വളരെ സന്തോഷം തോന്നിയെന്ന് മാത്രമല്ല, ഈ സംസാരമൊക്കെ കുറേ ആൾക്കാർ കേൾക്കണം. പലപ്പോഴും എല്ലാ ഈ അധ്യാപന ഫീൽഡിലുള്ളവർ ഇങ്ങനെയാണെന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും പലരും ഇത് അറിയേണ്ടതുണ്ട്. ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. നമുക്ക് മാതൃകായോഗ്യരായ ഓക്കെ ഉസ്താദോ സുലൈമാൻ ഉസ്താദോ അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ, ഈ മഹാന്മാരൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ മാതൃകയാക്കുമ്പോൾ നമ്മൾ കാണുന്ന പിക്ചർ മറ്റൊന്നാണ്. അതായത് നമ്മൾ സൂചിപ്പിക്കും പോലെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു, ഈ സമീപന രീതി വേണം. അപ്പോൾ ഇതിൽ സൈദി ഉസ്താദിനും ഈ വിഷയത്തിൽ ചിലപ്പോൾ സമീപന രീതിയെ കുറിച്ച് പറയാനുണ്ടാവും. ആധുനിക വിദ്യാഭ്യാസ വിഷയത്തിൽ നമ്മൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുള്ളൊരു കാര്യം, നമ്മളെ പള്ളി ദർസുകളൊക്കെ കുറഞ്ഞു വരികയാണല്ലോ. അതേസമയം ദർസുകൾ ഇഷ്ടംപോലെ കൂടിയിട്ടുണ്ട്, ദഅ്വാ കോളേജുകളായും പല സ്ഥാപനങ്ങളായും. അപ്പോൾ നമുക്ക് പല വിദ്യാർത്ഥികളിൽ നിന്നും മറ്റൊക്കെ പലപ്പോഴായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള അവർ അനുഭവിക്കുന്നൊരു പ്രയാസം എന്ന് പറയുന്നത്, ഈ കുട്ടിയെ കേൾക്കാൻ ആരുമില്ല. കുട്ടിയുടെ നന്മകളെ പുകഴ്ത്താനോ കുട്ടിക്കുള്ള കുറവുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം, ഒരു ഭക്ഷണത്തിൻ്റെയും താമസത്തിൻ്റെയും എല്ലാ വിഷയത്തിലും പരിമിതികൾ അനുഭവിച്ചാണ് പലപ്പോഴും ഈ കുട്ടികളൊക്കെ മതരംഗത്ത് പിടിച്ചിരിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ ദർസിൽ നിൽക്കാൻ അത് മാത്രം മതി പ്രചോദനം, മറ്റൊന്നും വേണ്ട. കാരണം നല്ലൊരു ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടൂല അക്കാലത്ത്. അപ്പം അന്നൊരു നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ നമുക്ക് പിന്നെ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്ത് നമ്മളവിടെ പിടിച്ചു നിൽക്കും. റസൂലുള്ളാഹിന്റെ കാലത്തും അങ്ങനെ തന്നെ, സ്വഹാബത്തൊക്കെ സുപ്പത്തിൻ്റെ അയൽക്കാരൊക്കെ അങ്ങനെ. അപ്പോൾ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ മക്കൾ എന്ന് പറയുന്നത് എല്ലാ സുഖത്തിൻ്റെയും എല്ലാ പറുദീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പള്ളി ദർസിലേക്ക് പറിച്ചിടുന്നത്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇറങ്ങിത്തിരിച്ചു വന്നൊരു കുട്ടി സത്യത്തിൽ ഞാൻ പോകുന്നത് ഒരു ജയിലറയിലേക്കായിരുന്നോ എന്ന് ആലോചിച്ചു പോകുന്നൊരു സാഹചര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒറ്റവാക്കിൽ എനിക്കൊരു പരിഹാരം, എനിക്കിനെപ്പോഴും മനസ്സിൽ തോന്നുന്നൊരു പരിഹാരം എന്ന് പറയുന്നത്, കുട്ടിയുടെ വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനുജനും ഉസ്താദൊക്കെ ആയിട്ടുള്ള ഒരാൾ ഉസ്താദായിട്ടുണ്ടാവണം. എന്നാൽ പിന്നെ കൊഴിഞ്ഞു പോക്കെന്നുള്ള കൊഴിച്ച് കളയാൻ വിചാരിച്ചാലും കൊഴിഞ്ഞു പോകൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉസ്താദ് പറയേണ്ടത് ഇതിൽ കൂട്ടിച്ചേർത്ത് ഒരു അനുഭവം പറയാനുള്ളത് വെച്ചാൽ, ഈ കുട്ടികളെ പെരുമാറ്റത്തിനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ, ഒരു കുട്ടി പഠനത്തിലേക്ക് നല്ല താല്പര്യനായിരുന്നു, നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി, ഞാൻ കുറഞ്ഞ ദിവസം ലീവായി, അങ്ങനെ കുട്ടി നാട്ടിലേക്ക് പോയി. അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ മോൻ്റെ പ്രയാസം എന്താണ് പറയാൻ വേണ്ടി പറഞ്ഞു കേട്ടു. അപ്പോൾ പറഞ്ഞൊരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ, ഒരു വിഷയം ഉണ്ടായി, ചെറിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത്, കുട്ടിയോട് ഇടപെട്ട സമയത്ത് കുട്ടിയെ റൂമിൽ വിളിച്ച് സത്യം ചെയ്യിപ്പിച്ച് സംസാരിപ്പിച്ചു. അപ്പോൾ സംസാരിപ്പിക്കുന്ന കൂട്ടത്തിൽ
ആരൊക്കെയാണ് നിന്റെ കൂടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. 2 കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞെടുത്ത് അവൻ സത്യസന്ധമായി അവൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു. പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ അധ്യാപകൻ ഈ കുട്ടിയെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഇല്ലാത്ത സമയത്ത് മറ്റൊരു ക്ലാസ്സിൽ വെച്ച് കുറ്റപ്പെടുത്തി മറ്റൊരു സംസാരിച്ചു. ഈ 2 കുട്ടികൾ ഇവരുടെ മനസ്സിൽ പകയായി രൂപപ്പെട്ട് ഇവനോട് വന്ന് പറഞ്ഞു, നീ രക്ഷപ്പെടാൻ വേണ്ടി എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നീ പറഞ്ഞു എന്ന് പറഞ്ഞ സമയം ഇത് അവന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല. എന്നോട് പറഞ്ഞത്, ഞാനത് ചെയ്തു, ഓക്കെ, ഞാനത് പിന്മാറാം, ഞാൻ മാറ്റിക്കൊള്ളാം, ഞാൻ എല്ലാം തുറന്ന് അധ്യാപകനോട് സംസാരിച്ചതാണ് വിഷയം. പക്ഷെ ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞ സംഗതി, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ അവരോട് പറഞ്ഞ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്കില്ല, ഇനി ഞാൻ ആ റെസിഡൻഷ്യൽ സ്ഥാപനത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടി പിന്മാറുന്നൊരവസ്ഥ. അൽഹംദുലില്ലാ പിന്നീട് അവന് അതിൻ്റെ ആവശ്യമായ രൂപത്തിൽ അതിൻ്റെ അളവിൽ അതിൻ്റെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് കുട്ടി തിരിച്ചു വന്ന് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു അൽഹംദുലില്ലാ. അപ്പോൾ പലപ്പോഴും അതുപോലെ തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു കുട്ടി കൈകൊണ്ടെന്തോ ആക്ഷൻ കാണിച്ചതിൻ്റെ പേരിൽ വരാന്തയിൽ വെച്ചിട്ട് മറ്റു കുട്ടികളുടെ ഏൽപ്പിച്ചതിൻ്റെ പേരിൽ മറ്റൊരു ആക്ടിങ്ങിലേക്ക് മാറി അവന് രോഗമുള്ളതായി അഭിനയിച്ച് അവൻ ആ റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് പിന്മാറിയ ഒരു കഥ. ഇങ്ങനെ ഒരുപാട് ഇത്തരം അധ്യാപകരുടെ അടുക്കൽ നിന്ന് ഒരിക്കലും ഒരു കുട്ടി പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവൻ്റെ അല്ലെങ്കിൽ അഭിമാനം നഷ്ടപ്പെടുന്ന സമയത്ത് കുട്ടി ഈ ഇട്ടേച്ചു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇതാണ് പ്രശ്നത്തിൻ്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലാകുന്ന തന്നെ നമ്മൾ ഈ ട്രെയിനിങ്ങിൽ വന്നുണ്ട്. ഈ ട്രെയിനിങ് പരിചയപ്പെടുമ്പോഴാണ് സത്യത്തിൽ ഇതാണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്നുള്ളതും സൊല്യൂഷനിലേക്ക് പോകേണ്ടത് സത്യത്തിൽ കുട്ടിയല്ല അധ്യാപകനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് പല കുട്ടികൾക്കും സപ്പോർട്ടാകാൻ വേണ്ടി കഴിയുന്നുണ്ട്. എങ്കിലും ഒരുപാട് ഒരു സ്ഥാപനം മുഴുവനായി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനായി ഈ രൂപത്തിലേക്ക് വരണമെങ്കിൽ എല്ലാ അധ്യാപകരും ഈ ഒരു രൂപത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് മാറുമ്പോഴാണ് അതിൻ്റെ ഫലത്തിലേക്ക് എത്തുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു വിഷയമാണ്. അതായത് ഈ ഒരു സ്ഥാപനത്തിൽ പറയപ്പെടുന്ന വിഷയങ്ങൾ ഫലപ്പെടണമെങ്കിൽ എല്ലാവരും ഒരു റൂട്ടിൽ വരണം, എല്ലാവരും ഒന്നിച്ച് പരിശീലനത്തിന് വിധേയരാവുകയും എന്നിട്ട് ഇത് നടപ്പിലാക്കുകയും ചെയ്യണം. ഇതിൽ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽപ്പെട്ട ഒന്നാണ് സഹപാഠികളിൽ നിന്ന് പ്രയാസം നേരിടുക. ഇപ്പോൾ സഹപാഠികൾ പരസ്പരം ചിലരൊക്കെ അക്രമ സ്വഭാവമുള്ളവരുണ്ടാകും, ചിലർ മോശം പ്രവണതകളുള്ളവരുണ്ടാകും. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അത് എന്ത് ചെയ്യണം, ഒരു കുട്ടിക്ക് കൃത്യമായി വെന്റിലേറ്റ് ചെയ്യാൻ, പറഞ്ഞു ചെയ്യാൻ അവസരം ഉണ്ടാകണം. ഒരിക്കൽ ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഒരു കുട്ടി വളരെ മോശമായി എപ്പോഴും ഒരു രോഗിയായി എപ്പോഴും കാണുന്നൊരു, ഞാൻ ആ കുട്ടിയെ പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ മുഖമൊക്കെ തെളിഞ്ഞ് ആകെ സന്തോഷമായി. സത്യത്തിൽ ആ കുട്ടിയുടെ ഒക്കെ അവസ്ഥ വളരെ പ്രയാസകരായിരുന്നു. അപ്പൊ ആ കുട്ടിയെ ശരിക്കും കുട്ടി പോകട്ടെ എന്ന് ഉസ്താദ് പോലും ആഗ്രഹിച്ചു പോയിരുന്നു. കാരണം കുട്ടിയെ കണ്ടാൽ നമുക്കും തോന്നും എന്തൊക്കെ ഒരു പ്രയാസം. കാരണം അങ്ങനെ എപ്പോഴും മെഡിസിൻ കഴിക്കുന്നു, എന്നാൽ അസുഖം മാറുന്നില്ല. എപ്പോഴും കുട്ടി മൂഡ് ഓഫ് ആണ്, കുട്ടി പഠിച്ചാലൊന്നും ശരിയാകുന്നില്ല, സ്കൂളിൽ എല്ലാ ദിവസവും പോകാൻ പറ്റുന്നില്ല. അപ്പൊ സ്കൂളിലെല്ലാം നമ്മളൊരു 2ാം നമ്പർ ആകുകയാണ്. കുട്ടിയെ സ്കൂളിൽ എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആകെ പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയത്താണ് സദാ കുട്ടിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, വന്ന് ഇതുപോലെ വെന്റിലേറ്റ് ചെയ്യുന്നു. അത് ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട ടൈമും കൂടിയായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് സംസാരിച്ചു. എന്തുണ്ടായാലും പരിഹാരം ഉണ്ടാവും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇതുപോലൊരു സ്ഥാപനത്തിൽ ഖുർആൻ പഠിക്കാൻ പോയതാണ്, ഹിഫ്ള് പഠിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്നുണ്ടായ ഒരു ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലത്തെ ഉള്ളൊരു ദുരനുഭവമാണ് ആ കുട്ടിയെ ഇതുപോലെ എന്താ പറയുക, ഒന്നും ആലോചിക്കാൻ കഴിയാത്ത, എന്തിനോടും ഈ വേഷത്തോട് തന്നെ ഒരു പുച്ഛമുള്ളൊരവസ്ഥയ്ക്ക് ആ കുട്ടി പിന്നെ മാറിയിരിക്കുകയാണ്. ആ കുട്ടി തുറന്ന് സംസാരിച്ചപ്പോൾ ആ കുട്ടി 100% റിക്കവറായി വന്നു, ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ. പിന്നെ കുട്ടിക്ക് അസുഖമില്ല, കുട്ടി അസുഖം മാറി, ഭയങ്കര പ്രസന്ന മുഖം. ഞാൻ ചെല്ലുമ്പോൾ ഉസ്താദിനെ തീർച്ചയായും ആദ്യം കണ്ടത് ആ കുട്ടിയായിരുന്നു. ഉസ്താദ് പറഞ്ഞു ആ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൗതുകം തോന്നി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു പ്രധാന സൊല്യൂഷനാണ് കുട്ടിയെ വെന്റിലേറ്റ് ചെയ്യുക, കുട്ടിയെ കേൾക്കുക. ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠനാണ് എന്ന് തോന്നുമ്പോൾ ഉസ്താദിനായി ഫീൽ ചെയ്യണം, ഉസ്താദിനെ ഒരു ജ്യേഷ്ഠനായിട്ട് ഫീൽ ചെയ്യണം, ഉസ്താദ് ഒരു ഉപ്പയായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു ഉസ്താദിന് മാറാൻ കഴിയും. അതിന് ഈ എന്തൊക്കെയോ ചില കനങ്ങൾ തലേന്ന് ഒഴിവാക്കേണ്ടി വരും. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കനങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു മനസ്സ്, അങ്ങനെ ആയാൽ അത് സാധിക്കും.
നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ വിവരമില്ലാത്തത് കൊണ്ടാണോ അതല്ല അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടാത്തവരായതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ മഞ്ഞപ്പറ്റ ഉസ്താദിനകത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഉസ്താദിൻ്റെയൊക്കെ സ്വഭാവമാണ് നമ്മളെ കീഴ്പ്പെടുത്തിയത്. ഞാനൊക്കെ ദർസിൽ പിന്നെ കുറേ കൊല്ലം, ഒരു 5 വർഷത്തിലധികം ദർസിൽ ഓതി. പിന്നെ അന്നത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസമൊക്കെ ആയപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് മറ്റേതൊരു മേഖലയ്ക്ക് തിരിയണം വിചാരിച്ച് ദർസ് നിർത്തിയവനാണ്. അതിന് പിന്നെ രണ്ടാമത് പിന്നെ മഞ്ഞപ്പുരസ്ഥാൻ്റെ അടുത്തേക്ക് എൻ്റെ നാട്ടിലത്തെ ഒരു മുഹമ്മദ് അബ്ദുൽ സഖാഫി എന്ന് പറഞ്ഞ ആളാണ് എന്നെ രണ്ടാമത് ദർസ്. അപ്പം ഞാനന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ഇതാണ്, ദർസ് പോയി നമ്മളെ ഭാവി നഷ്ടപ്പെട്ടാണ് പോകുക എന്നല്ലാതെ ഒരു വെപ്പും കത്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മളെ അന്ന് വരെയുള്ള ചില അനുഭവങ്ങളൂടെയാണ് കാരണമാണ് അങ്ങനെ പറയാൻ. അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് എത്തിയതോടുകൂടെ പിന്നെ ഉസ്താദിൻ്റെ സാന്നിധ്യമാണ് നമ്മളാക്കി രൂപപ്പെടുത്തിയത്. വലിയ അറിവുണ്ടെന്ന് അവകാശപ്പെടില്ല, എന്നാലും സ്നേഹിച്ചാണ് ഒരാളെ കീഴ്പ്പെടുത്തേണ്ടതെന്ന് ഉസ്താദിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് മുത്താലിമീങ്ങളെ അവർ കാണുന്നതാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ അത് ശരിക്കും പിന്തുടർന്നു. സ്വഭാവം, പെരുമാറ്റം, പരിഗണന, പിന്നെ വിട്ടുവീഴ്ച. നമ്മളെ ഉസ്താദിൻ്റെ അക്കാലത്ത് നമ്മൾ പിന്നെ ഇപ്പോൾ ദർസിൽ നമുക്ക് ഒരു സബുക്കിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സബുക്കിൽ ഇപ്പോൾ കുത്തുബി ഓത, അപ്പം മീറൊക്കെ കൂട്ടിയാണ് ഓത. അതുപോലെ ഷെർലക്കായതക്ക് പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഖയാലുണ്ടാവും. അപ്പം ഇതൊക്കെ വായിക്കുന്നിടത്തും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടൂല. അപ്പം ആ സബുക്ക് കഴിഞ്ഞു, അടുത്ത സബുക്കിൽ നമ്മളതിന് ഉത്തരം പറയാതെ പിന്നെ രണ്ടാമത്തെ ഒരു സബുക്കിന് ചെന്ന സമയത്ത് ഇത് നേരത്തെ മുന്നൊരു സബുക്കിന്ന് വായിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയാതെ പോയ ഒരു വിദ്യാർത്ഥി എന്നുള്ളൊരു മനോഭാവത്തിലല്ല അടുത്ത സബുക്കിൽ ഉസ്താദ്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം, അത് സ്വാഭാവികമാണ്. കുട്ടിയിൽ നിന്നൊരു അബദ്ധം വന്നാൽ ആ കുട്ടിയെ പിന്നെ ഒരു സ്ഥിരം കുറ്റവാളിയായി കാണുകയും പിന്നെ അവനോടൊന്ന് മനസ്സ് തുറക്കുകയോ ഒന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുവാന് പോലും പല ഉസ്താദന്മാരും തയ്യാറാകാത്ത ഈ കുട്ടിയെ ഒരു മാറ്റിനിർത്തപ്പെടുകയാണ്. അപ്പോൾ കുട്ടി ഒറ്റപ്പെട്ടു പോവാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു ശീലമായിരിക്കും. നമ്മളെ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു ഇതിൽ എന്ത് അബദ്ധം ഒരു കുട്ടിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും അത് സത്യത്തിൽ ഉസ്താദിന് മുന്നിലായിരിക്കും. ആ കുട്ടീനെ മുന്നേ ചെയ്തിട്ടുണ്ടാവില്ല, ശേഷം ഉണ്ടാവില്ല. അവൻ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ഒരു ഉസ്താദ് ഗുരുശിഷ്യ ബന്ധം നമ്മളൊരു അനുഭവം. അങ്ങനെ നമ്മൾ ഉസ്താദിന് തോന്നുമ്പോൾ അങ്ങനെയാണ്. എവിടെങ്കിലും നമുക്ക് ചെറിയൊരു ശല്യത്തുണ്ടെങ്കിൽ അത് ഉസ്താദിന് മുന്നിലായിരിക്കും, അത് കാണാൻ അറിയാം. അങ്ങനെയാണ് അത് ഉണ്ടാവുള്ളൂ. സത്യം. എന്നാൽ അതിന്റെ പേരിൽ നമ്മളെന്ന് പിന്നെ ഉപദേശിക്കൂടില്ല. ഒരു നോട്ടം, സാധാ നോട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നോട്ടായിരിക്കും ആ നോട്ടം മതി നമ്മളെ തെർബിയത്തിയാൻ. ആ ഒരു സംഭവം, അതിന് സമാനമായ സംഭവം പിന്നെ നമ്മളിൽ ഉണ്ടാവില്ല. ഒരു മൂമിനെ ഒരു മാളത്തുനിന്ന് 2 വട്ടം പോകാൻ പിടിക്കൂലാറിന്റെ ഒരാശയമാണ് എന്നതുപോലെ നമ്മൾക്ക് ഇതേ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ മുത്താലിമകളിൽ നിന്ന് എന്തെങ്കിലും അപ്പൊ നമുക്ക് കുട്ടികളൊന്നും പറയാം, അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ സ്ഥിരം ചെയ്യുന്ന അല്ലാന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവും. ഇതൊരു അബദ്ധവും ചെയ്തോ നമ്മൾ കണ്ടു. അപ്പൊ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ അള്ളാഹു ചെയ്യുന്നൊരു വലിയ നിയമത്താണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ വിഷയത്തിൽ ഈ കുട്ടിയെ ഉപദേശിക്കേണ്ട ആവശ്യം, നമ്മൾ കാണേണ്ടതന്നെ ആ കുട്ടിക്ക് ഒരു ഉപദേശമാണെന്ന് എൻ്റെ അനുഭവം. അങ്ങനെ മാറിയാൽ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഉസ്താദ് വിചാരിക്കുന്ന റൂട്ടിക്ക് വരും എന്നുള്ളതാണ്. പിന്നൊന്നാണ് വിദ്യാർത്ഥികൾ കുടുസായി പോകുന്നത്. ഇപ്പോ കുട്ടികൾ ഈ വീട് വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും സ്വന്തം വീടൊന്ന് കാണുക, അതൊരു കുട്ടിയുടെ വലിയ മോഹമായിരിക്കും. ലീവിന്റെ വിഷയമാണ് ഉസ്താദ് പറയുന്നത്. അതാണ് ഇനി വരും. അതായത് പലപ്പോഴും കുട്ടികൾ പ്രയാസപ്പെടുന്നതാണ്. ഒരാളുടെ അടിസ്ഥാന ആവശ്യമാണ് സ്വന്തം കുടുംബത്തെ, മാതാപിതാക്കളെ ഇടക്കൊന്ന് കാണുക. അത്തരം ഒരു ആവശ്യമാണത്. ഇത്തരം ആവശ്യങ്ങളോടുള്ള സമീപനങ്ങളിൽ ഒരു ഉദാര സമീപനം ഉണ്ടെങ്കിൽ കുട്ടികൾ ചീത്തയാകൂല എന്നുള്ളൊരു സത്യം. അതിലൊരു ഉദാഹരണമാണ് ഉസ്താദിന്റെ ദർസ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു മാറ്ററാണ്, ഒരു കുട്ടി ലീവിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഏത് സമയത്ത് വന്നാലും എന്ത് ചെയ്യണം, തിരിച്ചു ദർസിലേക്ക് വരുമ്പോൾ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉസ്താദിന്റെ ദർസിൽ ഉസ്താദിനെ പറയണത് എന്താ, ഒരു കുട്ടിയെയും അതായത് പിന്നെ നമ്മളെ മഞ്ഞപ്രസ്ഥാന ദർസിൽ പനങ്ങാട്ടൂരിന്ന് അന്ന് പഴയ കാലം, ഇപ്പോഴത്തെ കാലമല്ല, ആ കാലത്ത് ദർസിൽ പോകുന്ന സമയത്തും നാട്ടിൽ പോകാനൊരു ചിട്ടകൾ, ഒരു സിസ്റ്റം ഉണ്ട്. എന്നാലും എന്നെ പോലത്തെ ചില ആളുകൾ വികൃതികളൊക്കെ എന്ത് ചെയ്യും, ആ സമയമാണ് മുമ്പ് എന്നെ നാട്ടിൽ പോകാൻ ചോദിച്ചാലും അപ്പം എന്തെങ്കിലുമൊക്കെ പിന്നെ വിടൂലെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഉസ്താദ് എന്തായാലും ചോദിച്ചൊരാളെ വിട്ടിരിക്കും. വിടുമ്പോ എന്നാ വരിക എന്ന് ചോദിച്ചാലേ വിടല്, നമ്മളെ ഫ്രീ ആയിട്ടാണ് വിടുകയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടെ പോയാൽ വരുന്ന ആ സിസ്റ്റം പാലിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരും ചെയ്യും. അപ്പോൾ
പല മുദരിസുമാരും നമ്മൾ യാത്രയിലും പലയിടങ്ങളിൽ നിന്നൊക്കെ പരിചയപ്പെടുമ്പോൾ കാലത്ത് ദിവസം നടക്കൂല എന്ന് പറയാറുണ്ട്. കാരണം ഈ കുട്ടികളൊന്നും വരുതിയിൽ കിട്ടൂല. ഞാൻ മനസ്സിലാക്കുന്ന ഏത് കാലത്തും കുട്ടികളെ കൊണ്ടൊരു ടെൻഷനോ ഒരു ഫിക്രൊന്നും നമുക്ക് വരാറില്ല. അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കണ്ടൊരു അനുഭവം വെച്ചിട്ട് പറയണമെങ്കിൽ, നാട്ടിലേക്ക് ചോദിച്ചാൽ ഏത് സമയത്താണ്, കഴിഞ്ഞ ആഴ്ച വന്നാളാണെങ്കിലും ഈ ആഴ്ച ചോദിക്കുന്നുണ്ടെങ്കിൽ വിടും. കാരണം അങ്ങനത്തെ ഒരു ചോദിക്കുള്ളൂ, അങ്ങനത്തെ വിഷയം നമ്മൾ ചോദിക്കുള്ളൂ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പോകുമ്പോൾ എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടല്ല വിടുക, വിടല് മാത്രമേ ഉള്ളൂ. അവര് സാധാ വരുന്ന ഒരു സമയം, അത് പിന്നെ അസമയത്താ പോയത് വെച്ചാൽ അവര് സാധാ വരുന്നതിനേക്കാളും നേരത്തെ എത്തലാണ് നമ്മളൊരു അനുഭവം. ഒറ്റപ്പെട്ട വല്ല വിഷയം ഉണ്ടെങ്കിൽ അത് അവര് നേരത്തെ നമ്മൾ വിളിച്ച് പറഞ്ഞു ക്ലിയർ ചെയ്തിട്ട് നിൽക്കുള്ളൂ. അല്ലാതെ ഈ നേരത്തെ നമ്മൾ വരുന്ന സമയം കൂടെ കൺഫേം ആക്കി വിട്ടത് കൊണ്ടല്ല ഈ കുട്ടി വരുന്നത്. കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ, അവരെ വിശ്വാസത്തിലെടുത്താൽ അവരത് ശരിക്കും പാലിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് പലപ്പോഴും ഒരു ഉട്ടോപ്യൻ നയമായിട്ടൊക്കെ തോന്നും പല ആളുകൾക്കും ഒരു വിദൂരത്തു നിന്ന് നോക്കുമ്പോൾ. കാരണം ഫിലോസഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ, ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു തിരിച്ചു വരാൻ പറയാതെ അല്ലെങ്കിൽ കണിശത പിടിക്കാതെ എങ്ങനെ കുട്ടി തിരിച്ചു വരിക, ഇങ്ങനെ ചിന്തിക്കുക. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതൊരു അനുഭവിച്ച് അറിയേണ്ട ഒരു ടേസ്റ്റിയായ ഒരു സംഗതി. തീർച്ചയായിട്ടും എൻ്റെ ചെറിയ മക്കളൊക്കെ, പുതിയ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും, എന്നാ പറഞ്ഞേക്കണ്ട വെച്ച് ഇങ്ങോട്ട് വിളിക്കലാണ്. അപ്പൊ പിന്നെ ആ സമയം അവരോട് ചോദിക്കുമ്പോ ഇങ്ങനെ പോന്നോട്ടെ എന്ന് പറഞ്ഞ സമയം പറയലാണ്. ഇനി ബൈ ചാൻസിൽ ഒരു കുട്ടി ഇപ്പൊ എന്തെങ്കിലും പേരിൽ വൈകിയാല് ആ ഉസ്താദ് പറഞ്ഞ രീതിയാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ വന്ന സമയത്താണ് ഒരുപാട് ബന്ധങ്ങൾ അറുത്ത് മാറ്റിയാണ് അവനാ വരുന്നത്. ഒരുപാട് ടെൻഷനും പേറിയിട്ടാണ് വരുന്നത്. ഉസ്താദ് എന്താ പറയാന്നൊരു ടെൻഷൻ ഇവിടെ പോന്നപ്പോ കൂട്ടുകാരെ ഒഴിവാക്കി, വീട്ടുകാരെ ഒഴിവാക്കി, സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഈ കുട്ടീനെ ആ സമയത്ത് ശരിക്കും വീട്ടിലത്തെ കാര്യം ചായ കുടിച്ചാൽ പുറത്തൊരു കൊട്ടും കൊട്ടി വിട്ടാല് ആ കുട്ടിക്ക് പിന്നെ വേറെ ഉപദേശം വേറെ പറഞ്ഞു. മുമ്പൊക്കെ എന്ന് വെച്ചാല് കുട്ടി വൈകി വന്നാൽ എത്ര സമയം വൈകി, പല സ്ഥലത്തും പല റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലും പല നിയമങ്ങളാണ്. എത്ര മണിക്കൂർ വൈകി, എത്ര മണിക്കൂർ പുറത്ത് നിൽക്കുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം സമീപനങ്ങൾ കൊണ്ട് കുട്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ദീനി സ്ഥാപനത്തിലേക്ക് വരിക എന്ന് പറയുന്ന അവൻ ചെയ്യുന്ന വലിയൊരു കാര്യത്തിന് ഒരു വൈകുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യം വെച്ചിട്ട് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കാണാത്ത പോലെ നടിക്കണം, അല്ലെങ്കിൽ നമ്മൾ കാണാതെ ആകണം. ഇവിടെ കുട്ടിക്ക് ഇതിന് പിന്നെ അധ്യാപകരെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ കുട്ടിയെ പരസ്യമായി നമ്മൾ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതെങ്ങനെ ആവൂലേ എന്നുള്ള ഒരു എന്താ പറയാ ഒരു വഹ്മ് ഒരു പേടി. സത്യത്തിൽ ആ പേടിക്ക് മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ, ട്രെയിനിങ്. ഇത് മാത്രമേ പറയുള്ളൂ. ഇപ്പൊ ഉസ്താദിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉസ്താദ് അനുഭവിച്ചുകൊണ്ട് ഉസ്താദ് ചെയ്യുന്നു, അതിൽ സക്സസ് ആയി അൽഹംദുലില്ലാ. പക്ഷെ ഉസ്താദിനോട് ഒരാള് എന്റെ ദർശനം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെ പറഞ്ഞു കൊടുക്കും, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ വന്ന് അപ്പോഴേ അത് സാധിക്കും. അതെ അതെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിതൊക്കെ കിട്ടിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഉസ്താദിന്റെ അടുത്തുള്ള സമയത്ത് ആ സ്നേഹത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ ദർസ് ഫുള്ളായതും ആ സ്നേഹത്തിന്റെ മുന്നിൽ പിടിച്ചിക്കാൻ കഴിയാതെ കിട്ടി. സ്നേഹം എന്ന ബലം. അപ്പോൾ ഇത് ഇപ്പോഴത്തെ സാമ്യമായൊരു അനുഭവം കൂടി പറയാം. ഈ അടുത്ത് പിന്നെ അവിടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, അമ്മായിൻ്റെ മകൻ്റെ മകളുടെ ഒരു കല്യാണമാണ്, ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഉസ്താദ് നിർബന്ധിച്ചാലേ അവൻ വരുള്ളൂ, അതുകൊണ്ട് അവനെ നിർബന്ധിച്ച് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വന്ന സമയത്ത് എന്താ നിൻ്റെ അഭിപ്രായം, കല്യാണത്തിന് പോകണ്ടെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞത് മറുപടിയാണ് ഭയങ്കര. ആ സമയത്ത് നമ്മുടെ ടീമിൽപ്പെട്ട ആരോ എനിക്കൊരു ലീഡർ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിത് ലൗഡ് സ്പീക്കർ ലൈവായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടി പറയുന്നത്, എനിക്ക് പോകാൻ താല്പര്യമില്ല, കാരണം അവള് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരാളായിട്ടുള്ളത് പ്രണയ വിവാഹം, അവനിക്ക് അതിൽ പോകാൻ താല്പര്യമില്ല എന്ന് എന്നോട് തിരിച്ചു പറഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ അവനിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, കുടുംബക്കാരൊക്കെ കാണാൻ പറ്റുന്നൊരു സമയമല്ലേ, അപ്പോൾ പോയാൽ എല്ലാവരെയും വന്നൂടെ. പൊതുവേ ഇങ്ങനെ ഈ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കുടുംബക്കാരെ കാണുമ്പോൾ ഇത്തരം ഫംഗ്ഷനുകൾ വെച്ചാൽ കാണും, അപ്പോൾ ഒന്ന് കണ്ടുകൂടെ എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത്, അങ്ങനെ പോകണ്ടെന്ന് ഉസ്താദാ പറയും പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കുട്ടി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അവനെ നമ്മൾ നിർബന്ധിച്ചാലേ അവൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല. ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ പോവുക അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ സംഗതി എപ്പോഴെങ്കിലും കിട്ടുന്നൊരു കിട്ടാകനി ആയിരുന്നെങ്കിൽ, ഇല്ലാത്ത കാരണം പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, നിന്റെ വല്യപ്പ എപ്പോഴും എത്ര വട്ടം മരിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. മരിച്ച വല്യപ്പാനെ വീണ്ടും മരിപ്പിച്ചിട്ട് അവൻ പോകും.
അപ്പോൾ ഇത്തരം ഈ ഉസ്താദിന്റെ മുന്നിൽ അല്ലെങ്കിൽ അധ്യാപകന്റെ മുന്നിൽ കളവ് പറയിപ്പിക്കുന്നത് ഈ ഒരു സമീപനം കൊണ്ടാണ്. ഇങ്ങനെ ഒരു ജയിലറെ ആക്കി കുട്ടികളോട് പെരുമാറുന്നതുകൊണ്ടാണ്. ഈ സമീപനം കൂടി ഉണ്ടായാൽ അതൊരു വലിയ മാറ്റമായി മാറും. എന്ന് മാത്രമല്ല, ചിലപ്പോഴേക്ക് ഇതിന് ശിക്ഷ ഉപയോഗിക്കുന്നത് ഒന്ന് വൈകിയാല് നിസ്കാരം ശിക്ഷ കൊടുക്കുക, ഖുർആനോത്ത് ശിക്ഷ കൊടുക്കുക. ഞാൻ പറയുന്നത് ദയവായിട്ട് അത് ചെയ്യരുത്. കാരണം അതിനോട് വെറുപ്പായി മാറും. ശിക്ഷിക്കാനുള്ള സാധനം അല്ലല്ലോ അത്. പ്രത്യേകിച്ച് ഈ ഇത്തരം ഒരു ആവശ്യത്തെ അംഗീകരിച്ചാൽ തന്നെ പിന്നെ ചെയ്യൂല, ആവശ്യത്തിനെ പോകുള്ളൂ. അവർക്ക് പിന്നെ അനാവശ്യമായിട്ട് അത് ദുരുപയോഗം ചെയ്യേണ്ട ഒരു ചാൻസ് വരൂല എന്ന് മാത്രമല്ല, പക്ഷെ അവിടെ മറ്റൊരു ചോദ്യമാണ്, ബാക്കിയുള്ളവർ ഇത് ദുരുപയോഗം ചെയ്യൂലേ. ഒരു ഉസ്താദ് ട്രാൻസ്പെറന്റ് സൊഫാന്റെ ആളാകണം. അതായത് തെളിഞ്ഞ പുസ്തകമായിരുന്നു എങ്കിൽ അങ്ങനെ പിന്തുടരുന്ന ഒരു മാറ്റർ ഉണ്ടാകൂല. അത് നമ്മളെ അനുഭവം അങ്ങനെയാണ്. ഉസ്താദിന്റെ അനുഭവം ഉസ്താദ് പറഞ്ഞു. അതേസമയത്ത് നമ്മൾ ട്രെയിനിങ്ങിന് വിധേയരാകുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയോട് പറഞ്ഞതിന്റെ പേരിൽ വേറെ ആരെങ്കിലും അതിനെ തെറ്റായി ദുരുപയോഗം ചെയ്യോ? ഇല്ല. ഇതാണ് നമ്മുടെ അനുഭവം. കാരണം ഇതൊരു ഉസ്താദ് ഇത് ചെയ്യുന്നത് മനസ്സ് നിറഞ്ഞാണ്, അല്ലാതെ ഒരു ബോധ്യപ്പെടുത്താൻ ഒന്നല്ലല്ലോ. അപ്പോഴാണ് അതിന്റെ ഫലം. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം തുറന്ന മനസ്സോടെയുള്ള പെരുമാറ്റ രീതികൾ. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ കളങ്കമില്ല. ഒരു കുട്ടിയെ മാത്രം പരിഗണിക്കുന്ന ഫേവറേറ്റിസം, പക്ഷപാതിത്വം അതിതിലില്ല. കാരണം അത് കുട്ടികൾക്കറിയാം. ഒരു ഉസ്താദ് ഒരു കുട്ടിയോട് എന്താണെന്ന് അറിയാം. അപ്പൊ ഒരു കുട്ടിയെ വൈകി വന്നപ്പോൾ പുഞ്ചിരിച്ചാൽ മറ്റൊരാൾക്ക് തെറ്റിദ്ധാരണ ഇല്ല. കാരണം ഉസ്താദിന്റെ നയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കുട്ടിയെ തിരുത്തണമെങ്കിൽ ഉസ്താദ് തിരുത്തും. എപ്പോ? മറ്റൊരു സമയത്ത്. മോനെ നിനക്ക് അങ്ങനെ ഇനി എന്താ വേണ്ടത്, അടുത്ത പുറമെ വൈകാതിരിക്കാൻ ഉസ്താദ് എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചാൽ തീർന്നു. അതല്ല, അവനെ പണിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളും ഒരു പാനിക്കായിട്ട്, ഒരു വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകണം അവനെ ശിക്ഷിക്കുമ്പോൾ. അപ്പൊ അത്തരം ഒരു പരുക്കുള്ള ഒരു സംഗതിയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഫോൺ ഉപയോഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വ്യാപകമായി ഇപ്പം നടക്കുന്ന ഒരു ചർച്ച ഉണ്ട്. എന്താ അറിയോ? ജനറേഷൻ. ഇപ്പൊ ജനറേഷൻ വലിയൊരു പഠന വിഷയമാണ്. കഴിഞ്ഞ ദിവസം വലിയൊരു എപ്പിസോഡ് തന്നെ കണ്ടു, വലിയൊരു ചർച്ച. ആ ചർച്ച ഓരോ കാലത്തെയും ഇപ്പോ 46 മുതൽ 81 വരെ ഉള്ള 1946 മുതൽ 81 വരെ ഉള്ളത് ഒരു ജനറേഷൻ, 81 മുതൽ 96 വരെ ഉള്ളത് ഒരു ജനറേഷൻ, അങ്ങനെ ഇപ്പോ നേപ്പാളില് കലാപം നടക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് ഇതാണ്, ഈ ജനറേഷനാണ് പ്രശ്നം എന്നാണ്. അവിടെ ജനറേഷന് പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഈ ജനറേഷനിലുള്ള ആൾക്കാർ ഡിവൈസിന്റെ ലോകത്തേക്കാണ് ജനിച്ചു വീഴുന്നത്, അതുകൊണ്ട് അവർക്ക് പ്രശ്നമാണ്. വെറുതെയാണ്. കാരണം എന്താ? ഇതേ പ്രശ്നമുള്ള ആൾക്കാരോട് ഒരു ഉസ്താദ്, ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ നല്ലൊരു സമീപനമാകുമ്പോൾ ആ കുട്ടിക്ക് ഫോൺ പ്രശ്നമല്ല. പിന്നൊന്ന് ഫോൺ എന്ന് പറയുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഈ ഉപകരണം നല്ലതിന് ഉപയോഗിക്കാം, ചീത്തക്ക് ഉപയോഗിക്കാം. അതിന് നല്ലതിന് ഉപയോഗിക്കേണ്ട രീതികൾ ഒരു ഉസ്താദ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. ഫോണ് ഖുർആനോദാം, ഫോണ് പിന്നെ അറിവുകൾ സെർച്ച് ചെയ്യാം, അതുപോലെ നല്ല കാര്യങ്ങൾ പഠിക്കാം, പഠിപ്പിക്കാം. എല്ലാ ഉപകരണങ്ങളും ഉള്ളതാണ്. അതിൽ നല്ലത് ഉപയോഗിച്ച് ശീലമായാൽ മറ്റുള്ളത് രസമില്ലാത്ത പരിപാടിയാണ്. ഒരാൾ ഇപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഒരു റീൽസോ ഷോർട്സോ അല്ല അങ്ങനെ ഒന്ന് കാണലാണ് പ്രശ്നം നോക്കുക. ഒരാളോട് പറയാം 48 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്യാൻ പറയാം, അതോടെ മൂഡ് ഓഫ് ആവും. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് എന്തെന്നറിയോ? നേരത്തെ 5 മിനിറ്റുള്ള വീഡിയോകൾ കണ്ട് ശീലമുള്ള ആൾക്ക് പിന്നെ 1 മിനിറ്റ് ആകണം. ഇപ്പൊ 3 മിനിറ്റാണ് ചിലപ്പോൾ ഇതിന്റെ ദൈർഘ്യം, അത് 1.5 ആക്കി. 1.5 ഇപ്പൊ അര മിനിറ്റ് ആക്കി. ഇനി അതിലും ചുരുക്കുകയാണെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? അത് മടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മറ്റത് മടുക്കുന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം, അല്ലാതെ മറ്റത് ഇൻട്രസ്റ്റ് ആകുന്നു, താല്പര്യമാകുന്നു എന്നല്ല. ഈ ഫോണിന്റെ വിഷയത്തില് പറഞ്ഞില്ലേ, നമ്മളീ പിന്നെ അതിലും പിന്നെ കണക്കിലധികം പിന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികളെ ഒരു സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ദർസില് പിന്നെ താലിമക്കൊക്കെ വീട്ടുകാർ വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഫോൺ വാങ്ങണമെന്ന് പറയുന്നുണ്ട്, വാങ്ങിക്കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ആഴ്ചയിൽ ഒരു കുട്ടീൻ്റെ അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു വാങ്ങിക്കൊടുത്തോളി പറഞ്ഞു, കാരണം എല്ലാവർക്കും ഉണ്ട്, അപ്പൊ അവർക്കും ഫോൺ ഉണ്ടായിക്കോട്ടെ. ദർസിൽ വന്നുകൊണ്ട് എനിക്കൊരു ഫോൺ കൂടി ഇല്ലാന്ന് കുട്ടി ചിന്തിക്കണ്ട, നിങ്ങൾ വാങ്ങിക്കൊടുത്തോളി പറഞ്ഞു. പിന്നെ ഇവിടെ ഞാൻ കാത്തുണ്ട്, നിങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അവർ വീട്ടിൽ വരുന്ന സമയത്ത് 1-2 ദിവസം നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി, ഇവിടെ അവർ ഫോൺ കൊണ്ട് കേടുവരില്ലാന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. കാരണം വെച്ചാല് നമ്മളെ സിസ്റ്റം എങ്ങനെ വെച്ചാല് കുട്ടികള് പിന്നെ ഫുള്ള് ഉസ്താദിന്റെ അടുത്താണ് ഫോൺ ഉണ്ടാവുക, നമ്മുടെ അടുത്ത് ഉണ്ടാവുക.
അത് ഞാൻ വാങ്ങിക്കല്ല, ഞാൻ ആ ഫോണൊന്നും വരെ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതാണ്. അവര് ആരെങ്കിലും ഒരാള് എല്ലാവരും നാട്ടിൽ നിന്നൊക്കെ വന്ന് എല്ലാവരും വാങ്ങിയിട്ട് കൊടുന്ന് അലമാരയിൽ വെക്കും. പിന്നെ വല്ലാതെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഒറ്റ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ചോദിക്കുമ്പോൾ അവരോട് എടുത്തോളം പറയും, അവരെടുത്താടെ കഴിഞ്ഞ് അവിടെ കൊടുന്ന് വെക്കും. പിന്നെ വളരെ അത്യപൂർവമായിട്ട് ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ പിന്നെ ആരെങ്കിലും ആൾ വന്നിട്ട് ഫോൺ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനേക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കാനാണ്, അടുത്തോളി എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടെ എടുത്തു പോവുക. ഒരു എട്ടിക്കുണ്ടാവും, അത് അവരെടുത്തിട്ട് പോകും. 1 മണിക്കൂറിനുള്ളിൽ അവരെന്നെ എന്ത് ചെയ്യും, അവിടെ കൊടുന്ന് വെച്ച് ഒക്കെ കഴിഞ്ഞാണ്ട് അവിടെ കൊടുന്ന് വെച്ച് പോവുകയും ചെയ്യും. അപ്പൊ ഞാനതിനെ അവരെ പിന്തുടരാൻ നിൽക്കല്ല. പക്ഷെ അതിന്റെ പേരിൽ എപ്പോഴും വന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവരത് അവിഹിതമായിട്ട് ഉപയോഗിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് വന്നിട്ടില്ല. ഇന്ന് വരെ ഈ ഫോണ് സംബന്ധിയായിട്ട് എന്തെങ്കിലും കുട്ടികളൊരു പിന്നെ നമുക്ക് ഇസ്ലാമികമായിട്ട് അല്ലെങ്കിൽ പിന്നെ അസാൻമാർഗമായിട്ടുള്ള ഒരു വിഷയത്തിന് ഫോണ് മിസ്യൂസ് ചെയ്തൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. അപ്പൊ അതിലൊക്കെ ഒരു പിന്നെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് അതാണ് ആവശ്യം. അതായത് ഇപ്പൊ ആൽഫ ജനറേഷനാണ്, അതുകൊണ്ട് കുട്ടികളിൽ പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയല്ല. ആ ജനറേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു ലാബലിംഗ് ആണ്. അതായത് കാര്യമായിട്ട് ആൽഫ ജനറേഷൻ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡിവൈസാണ്. ഡിവൈസ് ഒരു പ്രശ്നമല്ല. ഉസ്താദിന്റെ അനുഭവ ഉസ്താദ് പറഞ്ഞു. ഇനി ആ ഡിവൈസുകൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ ആ പ്രശ്നം ഉണ്ടാകുന്നില്ല, അവർ സേഫാണ്. എനിക്കൊരു നമ്മള് കൂടുതൽ ഈ സംസാരം എത്ര നീണ്ട വിഷയമാണ്. ഇതിന് ഒരു പിന്നെ എനിക്ക് തോന്നിയൊരു പരിഹാരം എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ ഒരു നല്ലൊരു പിന്നെ ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ നല്ലൊരു ഗുരുമുഖത്തിൽ നിന്ന് നമുക്ക് കിട്ടാനും വലിയ ഒക്കസ്മാലമ്യൊക്കൽ. അപ്പൊ നമുക്ക് അന്നൊന്നും ഈ ഫോണും മൊബൈലും സംഗതിയൊന്നുമില്ല. പക്ഷെ ഏത് വിഷയത്തെ എങ്ങനെ പിന്നെ ശിഷ്യന്മാരോട് സമീപിക്കണം എന്ന് നമ്മൾ കണ്ട് പഠിച്ചതാണ്. അപ്പൊ ഇന്നത്തെ ഒരു പിന്നെ ഈ തദ്രീസിന്റെ മേഖലയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസമുള്ള നല്ല ചുറുചുറുക്കുള്ള പണ്ഡിതന്മാര്, ചെറുപ്പക്കാരായ പണ്ഡിതന്മാര് ധാരാളം സമൂഹത്തിൽ ഇഷ്ടംപോലെ നിറഞ്ഞ എമ്പാടുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും. ഒരുപാട് ദർസലുകളിൽ വരെ അങ്ങനത്തെ പിന്നെ പുതിയ പിന്നെ ഉസ്താദുമാർ ഒരുപാടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു പിന്നെ കാലികമായും എങ്ങനെ മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെയെന്നറിയില്ല. അപ്പൊ ഈ ഒരു പിന്നെ കാലത്തും ഈ കുട്ടികളെ എങ്ങനെ പിന്നെ ഈ പ്രതിസന്ധിയിൽ മുന്നോട്ടുണ്ടാകാൻ കഴിയുന്നതിനെ പറ്റിയുള്ളൊരു വിവരം അവർക്കും വേണ്ടതുപോലെ ലഭിക്കാതെ പോകുന്നുള്ളത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞേക്ക് വരാണ്. അതായത് പിന്നെ 8-10 ഉസ്താദന്മാരുണ്ടാവും സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ ഒരു സ്ഥാപനത്തിൽ. പിന്നെ വിസിറ്റേഴ്സ് ആയിട്ടുള്ള കുറെ അധ്യാപകർ വേറെ. അപ്പൊ അവരിന്നൊക്കെ ഇത് പഠിക്കുമ്പോൾ വിവരങ്ങൾ എമ്പാടും കിട്ടുമ്പോഴും പ്രശ്നങ്ങൾക്ക് ഞാൻ എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളത് അവർക്ക് അനുഭവത്തിലൂടെ വായിച്ചെടുക്കാൻ പറ്റിയൊരു പിന്നെ ഒരു മോഡൽ പിന്നെ ഒരു റോൾ മോഡൽ അവർ. അപ്പൊ അത് നമ്മള് ഇക്കാലത്ത് ട്രെയിനിങ്ങിലൂടെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോഴതിന് പരിഹാരം ഉണ്ടാവുള്ളൂ ശരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും. നേരെ മറിച്ച് 10 കൊല്ലം ദർസിൽ ഓതിയിട്ട് ഇതിന് പറ്റിയൊരു ഉസ്താദിൽ നിന്ന് മാത്രം ഇത് പിന്നെ അറിവടിക്കുക എന്നുള്ളതിനേക്കാളും വലുതാണത് എന്ത് പ്രാക്ടിക്കലായി കിട്ടുക എന്നുള്ളത്. അപ്പൊ അത് കിട്ടലിന്റെ ഒരു കുറവ് പലപ്പോഴും പിന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് നല്ലൊരു വ്യവസ്ഥാപിതമായൊരു സംവിധാനമാണ് നമ്മളെ ഹാപ്പി സോണിന്റെ ഈ ഒരു അനുഭവം. അതാണ് നമുക്ക് പകർന്നു നൽകുന്നത്. അതായത് നിയമങ്ങൾ ഒരിക്കലും കുട്ടിയെ ഭരിക്കാനുള്ളതല്ല, അതൊരു ട്രഡീഷണലാണ്. അതായത് പഴയ ഏർപ്പാടാണ് ഭരിക്കുക എന്നുള്ളതല്ല നിയമം വരേണ്ടത്. അതിന്റെ ഒരു അപ്ഡേറ്റഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് റൂൾ ഫോർ അസ് അൽ ഖാനൂനുൽ ലനാ അല്ലാമു ലിന്നഫ്. അപ്പോൾ നിയമം അത് സംവിധാനിക്കുന്നത് പോലും ആരാണ്? നമ്മളാണ്. ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ ഉസ്താദും കുട്ടികളുമാണ് നിയമങ്ങൾ സംവിധാനിക്കുന്നത്. കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നു. ഉസ്താദ് പറഞ്ഞതിനേക്കാളും നല്ലൊരു അഭിപ്രായം കുട്ടികൾ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് സ്വീകരിക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഒന്നിച്ച് തീരുമാനമാക്കി മാറ്റുന്നു, അത് നടപ്പിലാക്കുന്നു. എന്തൊരു സന്തോഷമുണ്ടോ! ആരും അത് ലംഘിക്കൂല. ഉസ്താദിന്റെ അവിടെ നിയമമുണ്ട്, പക്ഷെ നിയമം പറയുന്നില്ല, അലിഖിതമായി നടക്കുകയാണ്. ആ നിയമാരും പറയണ്ട. ഇപ്പത്തെ പല കുട്ടികളും ദർശനത്തിലേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാറില്ല. കേവലം ഒരു മുടി വെട്ടാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ മുടി വെട്ടിയതിന്റെ പേരിലോ, ചിലത് മുടി വെട്ടിയതിന്റെ പേരിലായിരിക്കും, ചിലത് മുടി വെട്ടാത്തതിന്റെ പേരിലായിരിക്കും. പിന്നെ ഞാനതൊന്നും രണ്ടും മൈൻഡ് ചെയ്യില്ല. കുട്ടികൾ മുടി വെട്ടിയതും മൈൻഡ് ചെയ്യില്ല, വെട്ടാത്തതും മൈൻഡ് ചെയ്യില്ല. അതിന്റെ അർത്ഥം കുട്ടികളൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണെന്നല്ല ഞാൻ പറയുന്നത്. അതുണ്ടാകുമ്പോൾ ഈ ഒരു കുട്ടി മുടി വെട്ടണമെന്നുണ്ടെങ്കിൽ അവനെ സ്വകാര്യം വിളിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ മുടി വെച്ചാലും വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് വിഷയമല്ല, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, കൃത്യമായിട്ട് നിസ്കരിക്കേണ്ടത്, നാട്ടുകൂടെ എത്ര മോശപ്പെട്ട കുട്ടികളുണ്ട്, നിങ്ങളതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ മുടിയെട്ടി ഇങ്ങനെ നടന്നാൽ പിന്നെ നിങ്ങൾ എവിടെ തോന്നുന്നു ചോദിച്ചാൽ അപ്പോൾ സയ്യിദ് ഉസ്താദിന്റെ അടുത്താണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അയാൾ എന്നെ വലിയ ബഹുമാനിക്കണേ,
ഇഷ്ടപ്പെടുന്ന നമ്മുടെ സംഘടനയിലും പ്രസ്ഥാനത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രയാസമുണ്ട് പറയല, നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് ക്ലിയർ കഴിഞ്ഞു. ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യാന്നെങ്കിൽ. പക്ഷെ അതേസമയം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു തെറ്റായ മുടിവെട്ടിന്റെ പേരിലും മുടിവെട്ടാത്തിന്റെ പേരിലൊക്കെ കുട്ടിനെ പിന്നെ വലിയ ശിക്ഷ കൊടുത്ത അതിന്റെ പേരിൽ മാത്രം ദിവസത്തെ ഒരുപാട് കുട്ടികളെ അനുഭവങ്ങൾ നമ്മൾ പിന്നെ മുടി വെട്ടാനാകൂല. അപ്പൊ പിന്നെ ഒരു വാശിയായി മാറും. ഇതില് ഇപ്പൊ ഫോൺ ഉപയോഗം, ഈ ഫോൺ ഉപയോഗത്തിന്റെ നമ്മുടെ സമീപന രീതി നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഒരു മൂന്നാം കക്ഷി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കേട്ട് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു സംഗതിയും കൂടെ ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് നിയമങ്ങൾ ഇല്ലാതെ പോയിരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര കണിശമായ രീതിയിൽ പെരുമാറിയത് കൊണ്ട് കുട്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ ഓഫീസിൽ ഒരു ഫോൺ ഉണ്ടാവും, സ്വന്തമായിട്ട് മറ്റൊരു ഫോൺ ഉണ്ടാവും, ഇങ്ങനത്തെ പല സാഹചര്യങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം ഈ സിസ്റ്റം പഠിച്ചതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആവുള്ളൂ എന്നുണ്ട്. കാരണം എന്താ വെച്ചാല് പിന്നെ അല്ലാതെ നമ്മൾ കുട്ടികളെ കയ്യിൽ ഫോൺ കൊടുത്താലുണ്ടാകുന്ന ദുരനുഭവം ഒരുപാടുണ്ടാവും. അതാണ് മുസ്താദ് ഫസ്റ്റ് പറഞ്ഞത്. അത് വരാതിരിക്കാനാണ് ഈ ഉസ്താദ് ഈ കുട്ടിക്കെല്ലാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ PR പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അഫ്ആൽ മഹ്മൂദ എന്ന് പറഞ്ഞ് നമ്മുടെ ലെറ്റിൽ ആപ്പിസോൺ പഠിപ്പിക്കുന്ന സംഗതി അതൊരു ഉസ്താദിന്റെ സ്കില്ലാകണം. ഒരു ഉസ്താദിന്റെ തൊബ ആണെങ്കിൽ ആ ഉസ്താദാണ് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വീഡിയോ കേൾക്കുന്ന ആൾ മാത്രമല്ല എന്നുള്ളത് നമ്മൾ കൂട്ടത്തിൽ വായിക്കണം. അല്ലെങ്കിൽ പറയും ആ വീഡിയോയിൽ കേട്ടതനുസരിച്ച് ഞാൻ അത് ചെയ്തിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടായി എന്ന് പറയും. അപ്പോൾ എല്ലാ ഘടകങ്ങളും എല്ലാ അർക്കാനുകളും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഈ ഒരു ഫെയില് മഹ്മൂദായി വരുള്ളൂ. അപ്പോൾ പിന്നെ ഒരു അനുഭവം ഉണ്ട് ആ വിഷയത്തിൽ. കുട്ടികൾ ഇതുപോലെ ഫോൺ ഉപയോഗിച്ചിരുന്ന ഒരു അഡിക്ഷൻ കറക്റ്റ് പറഞ്ഞാൽ തെളിച്ചു പറഞ്ഞാൽ ഈ പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിരുന്ന കുട്ടികൾ. ഞാൻ അതിൽപ്പെട്ട ഒരു കുട്ടിയെ നമ്മുടെ ലെറ്റിൽ ഒരു പഠന വിഷയമാക്കി അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ ആ കുട്ടിയോട് ആദ്യമായി അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അവനക്ക് ആദ്യം തുറന്നു പറയാനുള്ള സമയം കൊടുക്കുന്നു. ആ സാഹചര്യങ്ങൾ ഏതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മളെ കുട്ടിക്ക് കൊടുത്ത ടാസ്ക് അനുസരിച്ച് ഇത്തരം പ്രവണത തോന്നുന്ന സമയത്ത് കുട്ടി എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദെ ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാനുള്ളത്. ഒരു സമയത്ത് എന്നെ വിളിച്ചത്, ഞാൻ വീട്ടിലേക്ക് വന്നു, ഉമ്മയും ഉപ്പയും ആരും ഇവിടെ ഇല്ല, മാതാപിതാക്കളൊന്നും ഇല്ല, ഹോസ്പിറ്റലിൽ പോയതാണ്, ഇന്ന് രാത്രി വൈകിട്ടോ അല്ലെങ്കിൽ നാളെ വരുള്ളൂ, ഞാൻ വീട്ടിൽ ഒറ്റക്കാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഒരു പക്ഷേ പഴയ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അനാവശ്യ വീഡിയോയിലേക്ക് പോയേക്കാം. ഞാൻ ഉടനെ ആ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഒറ്റ മിനിറ്റ് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഉപ്പാൻ്റെ അനിയൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യും, അവിടെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും നല്ല വർക്ക് ചെയ്യും, ഞാൻ ചെറിയൊരു വർക്കും കൂടി കൊടുത്ത് ആ വർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ആളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇവർ ആ വർക്ക് ചെയ്തതിൻ്റെ അതിൻ്റെ റിസൾട്ട് എനിക്ക് തരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയുടെ രക്ഷിതാവ് വരുന്നവരെ മറ്റൊരു വിഷയത്തെ അവനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റി. ഇവിടെ പോയിന്റ് ഞാൻ കൊടുത്ത വർക്കോ ടാസ്കോ അല്ല, ആ കുട്ടി അത്തരം സമയത്തിൽ നമ്മൾ വിളിച്ചു പറയാൻ പറ്റുന്ന ഗ്യാപ്പ് നമ്മളും കുട്ടിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇതുപോലത്തെ സമയങ്ങളിൽ കുട്ടിക്ക് തുറന്നു പറയാൻ കഴിയുകയും സൊല്യൂഷൻ ചോദിക്കുകയും ചെയ്താൽ മതി. മറ്റൊരു കുട്ടിയോട് ഞാൻ കൊടുത്തത് ഇന്ന് എന്നൊന്ന് വിളിച്ചാൽ മതി എന്ന് മാത്രം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവില്ല, അത് അനുഭവിച്ചവർക്ക് തിരിയുള്ളൂ. അപ്പോൾ അവൻ എന്ത് ചോദിച്ചാൽ എന്നെ ഫോൺ വിളിച്ചാൽ എനിക്ക് മനസ്സിലാക്കാം ഇതാണ് അവൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ തോട്ട്സിനെ നമ്മൾ ഡൈവേർട്ട് ആക്കുന്ന ഒരു ചർച്ച മാത്രം മതി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ആ ചർച്ച മാറലോട് കൂടി കുട്ടീൻ്റെ ഫിക്ർ പോയി, അതിൻ്റെ ആ പ്രവണത പോയി. അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങൾ കിട്ടിയ കുട്ടികളെ നമ്മൾ ഇത്തരം പഠന വിഷയമാക്കി, ട്രെയിനിങ്ങിൽ പഠന വിഷയമാക്കി പരിഹരിക്കണം. അതിന് ഇത് മുദരിസുമാർക്ക് ഒരു സുവർണ അവസരമാണ് നമ്മുടെ ആപ്പിസോണിൻ്റെ ഈ ഒരു മുദരിസ് ട്രെയിനിങ്. ഇത്തരം ട്രെയിനിങ്ങുകളിൽ ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഡയറക്റ്റ് സൊല്യൂഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കുട്ടികളുടെ 1000 നന്മകൾ ഞാൻ പറയാറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു പൊതുവെ ഇന്നത്തെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൽ നിന്നൊക്കെ അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മുത്താലിമ്യങ്ങൾ എത്ര വലിയ നന്മയിലാണ് അവരുള്ളത്. അപ്പൊ ആ നന്മക്കടയിൽ എന്തെങ്കിലും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മുടി ഒത്തിരി വലുതായിന്നോ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് ചെറുതായിന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ നാട്ടിൽ പോയപ്പോ ചിലപ്പോ അസറിനെത്തിയാണ് മകരിബായി എന്നുള്ളത്, അതൊക്കെ ചെറിയൊരു സംഗതികളാണ്. പക്ഷെ അവര് ഈ വേഷണിഞ്ഞ് ഈ ഒരു ഇൽമിന് വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെ അവര് ചെയ്ത ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്.
അപ്പൊ അതുകൊണ്ട് ഈ അഫ്ആൽ മഹമൂദ എന്നുള്ളതിന്റെ ഒരു പാർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ചെറിയൊരു അനുഭവം പറയണം, വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഞാൻ അന്ന് ദർസിന് ഫസ്റ്റ് വന്ന വർഷമാണ്, ആദ്യ കൊല്ലം, അത് 2000-ലാണ്. അപ്പം അന്ന് എൻ്റെ കൂടെ ഒരു പിന്നെ മുത്താലിം എത്തിയും കുട്ടിയാണ്. വാപ്പ മരിച്ചിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു, അവർ ജ്യേഷ്ഠനും എത്തി മക്കളാണ്. അപ്പോൾ അതിൽ പിന്നെ മൂത്ത കുട്ടിയേക്കാളും കുറച്ച് പിന്നെ എന്താ പറയുക കുറച്ചൊന്ന് സജീവമായിട്ടുള്ള കുട്ടി ചെറുതായി പിന്നെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി ഈ ഹദ്ദാദ് അവരെ ചൊല്ലിക്കൊടുക്കുക. അപ്പൊ ഈ ഹദ്ദാദ് ചൊല്ലി ലാസ്റ്റ് ആ ഫാത്തിഹ വിളിക്കുന്നിടത്ത് തെറ്റിപ്പോയി. അങ്ങനെ ഒന്നിങ്ങനെ പതറിയിട്ട് പിന്നെ കുട്ടിയിൽ ഹദ്റത്ത് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ കണ്ട് അത് ക്ലോസ് ചെയ്തു, വഷളാവാതെ ക്ലോസ് ചെയ്തു. അപ്പൊ എനിക്കവിടെ സന്തോഷം ഉണ്ടായത്. കുറെ തെറ്റിന് ലാസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ അന്നൊന്നും എനിക്ക് അനുഭവത്തിൽ നിന്ന് ഇത്ര ഉസ്താദത്ത് നിന്ന് പഠിച്ച നമ്മൾ വന്ന് ഉടനെയാണ്. അപ്പൊ അത്ര പുതിയ സ്വന്തമായിട്ട് അനുഭവങ്ങൾ കുറവാണ്. എന്നാലും എനിക്കിത് ആ കുട്ടി ചെയ്ത് നല്ലൊരു കാര്യം തോന്നി, കാരണം ക്ലോസ് ചെയ്തല്ലോ. ഞാൻ ഇശ കഴിഞ്ഞ് പിന്നെ സുന്നത്തോട് നിൽക്കാതെ ഓനങ്ങനെ വിളിച്ചു. അപ്പൊ പേടിച്ച് എന്തോ പറയാൻ പോവാണ്. ഞാൻ നേരെ റൂമിലേക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നല്ലൊരു പേൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കേട്ടോ, അത് ഈ പേൻ എടുത്ത് ഞാൻ ഉസ്താദോട് പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. ഈ പേൻ എടുത്തിട്ട് ഞാൻ ഓന് കൊടുത്തു. അത് ചെയ്ത് വളരെ ഉഷാറായി. അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയാ ബോറടിപ്പിക്കാതെ ക്ലോസ് ചെയ്തല്ലോ പറഞ്ഞിട്ട്. അതാ കുട്ടി ചെറിയ കുട്ടി. പിന്നെ ആ കുട്ടിയതിന്റെ ശേഷം പിന്നെ എന്ത് ചെയ്തു, ഒരു 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അക്കാലത്ത് എത്തിയും കുട്ടിയാണല്ലോ, മർക്കസിൽ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പോകാൻ സമ്മതിച്ചപ്പോ എന്റെ നാട്ടുകാരനാ കുട്ടി, എന്നാ കുട്ടി വല്ല മുദരിസാട്ടോ. ഈ കുട്ടി മർക്കസിലേക്ക് എത്തിംഖാനയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ച് ഈ ചിലപ്പോ ആ കുട്ടി കേൾക്കായിരിക്കും നമ്മളെ ഈ ചർച്ച, എന്റെ നാട്ടുകാരനുമാണ്. അപ്പൊ ഈ കുട്ടി പിന്നെ സമ്മതം ചോദിച്ചപ്പോ ഞാൻ സമ്മതം കൊടുത്തു. അങ്ങനെ ആ കുട്ടി അവിടെ നിന്നൊക്കെ പഠിച്ചു വലുതായി. ഇപ്പൊ അൽഹംദുലില്ലാ നല്ലൊരു മുദരിസാണ് ഈ കുട്ടി. പിന്നെ ഇപ്പൊ ഒരു 4-5 വർഷം മുമ്പ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരൊന്ന് സംഘടിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിഷയം പറഞ്ഞു, ഈ ഒരു സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിതിൽ പിടിച്ചു നിൽക്കാൻ പ്രചോദനായ ഏക സംഭവം ഇതാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരു മൂലമാണ് അതിന്റെ ബല. അതായത് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഞാൻ മൂലരായത് ഈ ഒരു സംഭവം കൊണ്ടാണ്. അതിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞത് ഓൻ ദർസ് നിർത്തി ഒന്ന് ചാടിപ്പോയിരുന്നു. ചാടിപ്പോയതല്ല, വീട്ടിൽ പോയിട്ട് വരില്ലാറുണ്ട്, ഇനി നിർത്തി എന്ന് പറഞ്ഞു. അതിൽ അന്ന് ഇന്നത്തെ ഫോണും സംവിധാനമൊന്നുമില്ല. ഞാനൊരു കത്തുണ്ടാക്കിയിട്ട് പിന്നെ പോസ്റ്റേക്ക് കത്തയച്ചു. അയൽവാസിനെയാണ്, നാട്ടിലത്തെ കുട്ടിയാണ്. ആ കത്ത് വായിക്കലും ഈ ചില അനുഭവങ്ങളും മധുരമുള്ള അനുഭവങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ മൂലരായത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ വലിയ സ്ഥലത്തൊക്കെ ഓതി പിന്നെ ആണ് മുദരിസൊക്കെ ആയത് കേട്ടോ. എൻ്റെ അടുത്ത് മാത്രമല്ല, തുടക്കം 2-3 വർഷം. ഈ ഒരു സംഭവം ഒരു 100 കൊല്ലം ജീവിച്ചാലും ഇത് മായാതെ തിളങ്ങി നിൽക്കും. അപ്പൊ അഫ്ആൽ മഹമൂദ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ അവസരം ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ തന്നെ വിജയിക്കും. ബോധപൂർവം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ പോലും പക്ഷെ മനസ്സെന്തായിരിക്കണം, കപടമാകരുത്. ഉള്ളിലുണ്ടാകണം ആ കുട്ടിയോട് ആ ഒരു താല്പര്യം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലരൊക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർ കമന്റ് ആയിട്ടൊക്കെ വന്നേക്കാം. എന്ത് അങ്ങനെ ചെയ്താലൊന്നും റിസൾട്ട് ഉണ്ടാവില്ല, ഇവിടെ അങ്ങനെ എന്നൊക്കെ പറയാം. അവരോട് നമുക്ക് പറയാനുള്ളത് അൻവർ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ട്രെയിനിങ്ങിന് വിധേയരാകുവോ, ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും. അത് നമ്മളെ അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഒരു 10-12 കൊല്ലം ഞാൻ ഇതല്ലാതെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അന്ന് ഉസ്താദ് പറയും പോലെ എനിക്കും പേഴ്സണൽ അനുഭവമുണ്ട്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അറിയില്ല. അതിന്റെ സംവിധാനം വേണം. അത് പിന്നെയാണ് കഴിയുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു സംവിധാനമായിട്ട് ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ ധാരാളം ചെറിയ സാഹസികതയൊന്നുമല്ല, വലിയ ഭീമമായ തുകകളൊക്കെ വരുന്ന സാഹസികതകൾ ഏറ്റെടുത്തു. ഇത് പറയുന്നത് മറ്റൊരു ലക്ഷ്യത്തോടെയല്ല, കേൾവിക്കാരനും മനസ്സിലാകണമല്ലോ ഇതൊരു കേവലം സംസാരമോ കേവലം ഒരു ഇതല്ല, ഒരു വലിയ ശ്രമകരമായ ഒരു ദൗത്യം. അത് നമ്മുടെ മശായിഖുമാരും അതുപോലെ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളുടെയൊക്കെ തുടർച്ചയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ പഠന സംവിധാനം നമ്മൾ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. കിതാബുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കിതാബ് ഉണ്ടാകുന്ന ഒരു കാലം പഠിച്ചു നോക്ക്, അതിനുമുള്ള മുമ്പത്തെ അപേക്ഷിച്ച് വലിയ ഒരു മാറ്റാണത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ഗ്രന്ഥരചനകൾ എല്ലാം മാറുന്നു. അപ്പോ ഇത് വേണം കുറഞ്ഞ സമയം കൊണ്ട് പഠിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ അതിനെപ്പറ്റി ഉസ്താദിന്റെ അടുത്ത് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്നു, നമ്മൾ നേരത്തെ 10 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചത് ഇപ്പൊ ഒരു 8 കൊല്ലം കൊണ്ട് 7 കൊല്ലം കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ കഴിയും. എന്ത് വേണം, നമ്മൾ അതൊന്ന് ആലോചിക്കണം, വ്യവസ്ഥാപിതമാകണം. എന്നാൽ നമുക്ക് നേരത്തെ കുറെ സമയം എടുത്ത് പഠിപ്പിച്ചത് കുറഞ്ഞ സമയം കൊണ്ട് പഠിപ്പിക്കാം. അതെ, അതാണ് നമ്മൾ ലെറ്റിലും ചെയ്യുന്നത്. അപ്പൊ പരിശീലനത്തിന് വിധേയരാകോ നമുക്ക് സാധിക്കും.
അതിൽ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഇതേ കാര്യം തന്നെ ഒരാൾ ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഞാനൊരു സ്ഥാപനത്തിൽ പോയി, അവിടുന്ന് സ്റ്റാർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് ഇവിടെ നടപ്പിലാക്കേണ്ട ഒരു റിസൾട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങൾ എനിക്കൊന്ന് ആ ആക്ടിവിറ്റീസ് ഒന്ന് വിവരിച്ച് തരുമോ, ഒന്ന് കാണിച്ചു തരുമോ? നോക്കുമ്പോൾ എന്താണെന്നറിയോ, അവിടെ ഒരു ലാംഗ്വേജ് സോൺ ഉണ്ട്. ഈ ലാംഗ്വേജ് സോണിൽ ആ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാവൂ, വേറൊന്നും സംസാരിക്കരുത്. അഥവാ സംസാരിച്ചാൽ ഈ കുട്ടിക്ക് ഫൈനായിട്ട് സ്റ്റാറാണ്. പിന്നെ എവിടുന്ന റിസൾട്ട്? നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടപ്പിലാക്കുന്നത്, നേരെ മാക്രൂസ് ആണ്. അപ്പൊ റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് വളരെ പല സ്ഥാപനങ്ങളും വളരെ പ്രയാസപ്പെടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്ര കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിന്റെ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും നമ്മളതിനെ പറയല്, നിർമ്മാർജ്ജനം ചെയ്യല്ല, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഒരാഴ്ച നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പിറ്റത്തെ ആഴ്ച റിസൾട്ട് ഉണ്ടാകും എന്നല്ല. അതിന് സഞ്ചാരമുണ്ട്. അതിൻ്റെ എല്ലാ അർക്കാനുകളും പാലിച്ച് ഒരു പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഒരു ടീച്ചർ മാത്രമാണ് ഈ ഒരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്ത് അയാൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. അയാൾ ഒരു 4-5 മാസം കൊണ്ടും ചിലപ്പോൾ മതിയാകില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികളുടെയും ഐഡിആറിൽ ആദ്യം സ്റ്റാർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഐഡിആറിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെ അത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പല ആളുകൾക്കും അനുഭവം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ട്രെയിനിങ്ങിന് പോകേണ്ട ആളല്ലേ, നിങ്ങളത് പരിഹരിക്കുക എന്ന് പറഞ്ഞ ഒരാഴ്ചയൊക്കെ സമയം കൊടുക്കും. ഒരാഴ്ച സമയം കൊണ്ടൊന്നും ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടി കഴിയില്ല. ഒരു മനുഷ്യന്റെ സ്വഭാവം മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കളിയല്ലല്ലോ. അത് വളരെ പ്രയാസമുള്ള സംഗതി. പക്ഷെ അത് പ്രയാസമില്ലാതെ രസകരമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ പീരിയോഡിക്കലി അതിന് ആവശ്യമായ ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ സമയം കൊടുത്ത് അതിൻ്റെ എല്ലാ അഹ്വാലുകളും ആ ഒരു ആംബിയൻസ് മൊത്തം ക്ലിയർ ആയി വന്നിട്ട് വേണം. ഒരു സ്ഥാപനത്തിൽ ഒരാൾ മാത്രം ട്രെയിനിങ് ചെയ്തുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഈ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളുടെയും മുഴുവൻ സാഹചര്യങ്ങളും മാറിക്കോണമെന്നില്ല. ഒരു കുട്ടിയിൽ മാറ്റം വരുത്തിയാൽ ഇത് സക്സസ് ആണെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ള ആളുകൾ ഇതിനെ അനുകരിക്കുകയും അല്ലെങ്കിൽ ഒരു തുറന്ന മനസ്സോടുകൂടെ അദ്ദേഹത്തിന് അവസരം കൊടുത്താലും മതി. ആ ഒരു അധ്യാപകന് അവസരം കൊടുക്കുകയും ചെയ്താലും ആ അധ്യാപകന് ഒരു നേരെ മറിച്ച് ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഫോണിൽ അനാവശ്യം കണ്ടു എന്നുള്ളതിന്റെ പേരിൽ ഈ അധ്യാപകരെ തളർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് ഒരു തെറ്റായ മെസ്സേജ് കൈമാറുകയാണെങ്കിൽ പിന്നെ അധ്യാപകൻ നിരപരാധിയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് വരുന്ന ഏതൊരു അധ്യാപകനും ഏതൊരു മുദരിസും ഏതൊരു ഉസ്താദും അത് നല്ലോണം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. നേരെ ചാടിക്കേറി ഒന്നിൽ ഇടപെട്ട് അതിന് ഇത്ര സമയം കൊണ്ട് ഫലം കാണിക്കാം എന്ന് പറയണമെങ്കിൽ ഈ മാഹവിൽ മുഴുവനും റെഡി ആയിരിക്കും, എങ്കിൽ മാത്രമേ അതിൽ അർത്ഥമുള്ളൂ. ആ വിഷയം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മുടിയുടെ വിഷയം ഉസ്താദ് നേരത്തെ പറഞ്ഞു. ഉസ്താദ് നിർബന്ധിക്കാറില്ല എന്നുള്ളത് കൊണ്ട് കുട്ടികളൊന്നായിട്ട് ഡിസോർഡർ ആണെന്നല്ല ഉസ്താദ് പറഞ്ഞു. കുട്ടികൾ അതിൽ വളരെ വൾഗറായി പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ കുട്ടിയുടെ ആ മുടി വെട്ടുന്നതിനെ കുറിച്ച് അവിടെയും കുട്ടി എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അവിടെ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഒരു കുട്ടി ചിലപ്പോൾ മുടിയെ കുറച്ച് വൈഡാണെങ്കിലും ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം ആത്യന്തികമായ ലക്ഷ്യം നേടണം. അതിന് ചിലപ്പോൾ ഇതൊക്കെ തൽക്കാലം നമ്മള് ചില വിഷയങ്ങൾ അത് നമ്മൾ പഠിക്കേണ്ട ഒരു മാറ്റണം, മെല്ലെ മാറ്റണം. നമ്മൾ അവരോട് പറയുന്നത് നേരത്തെ ഉസ്താദ് പറഞ്ഞു, അത് നമ്മളതിന് നമ്മുടെ ഭാഷയിൽ ക്വാളിറ്റി ടൈം എന്ന് പറയും. ഈ പല രൂപത്തിൽ നമ്മുടെ ഐഡിആർ എഴുതി ക്വാളിറ്റി ടൈമിലാണ് കുട്ടിയോട് നമ്മൾ സംസാരിക്കുന്നത്. അത് അവൻ നേരം വൈകി, നേരത്തെ പറഞ്ഞ പോലെ നേരം വൈകി എന്ന കേസാകട്ടെ, ഇതുപോലെ എന്ത് ഇൻസിഡന്റ് ഉണ്ടെങ്കിലും അവന് നേരെ മുഖാമുഖം ഇരുന്ന് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു പിന്നെ കണക്ഷൻ, ഒരു പിന്നെ ബോണ്ടിങ്ങിലേക്ക് കുട്ടിയും ഈ പിന്നെ അധ്യാപകന് എത്തുന്ന സമയത്തും അല്ലാതെ ഉസ്താദ് പറയാറുണ്ട്, ഉപദേശം എന്ന് പറയുന്ന സാധനം ഈ അൽഫ ജനറേഷനെ പറ്റി പറഞ്ഞപ്പോൾ അൽഫ ജനറേഷന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം ഉപദേശം. ഉപദേശം എന്ന് പറഞ്ഞാൽ അതല്ലാതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആവശ്യപ്പെട്ടാലല്ലാതെ ഉപദേശം കൊടുക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം സമയത്ത് എന്ത് സപ്പോർട്ടാണ് കുട്ടിക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നെറ്റ് പഠിപ്പിക്കുന്ന ചോദ്യം. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കണം എന്നെ സപ്പോർട്ടീവായിട്ടാണ് ഉസ്താദ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുട്ടി പറയും എനിക്ക് ഇന്ന വിഷയത്തിൽ സപ്പോർട്ട് വേണം. അങ്ങനെയാണ് ഈ ഫോൺ വീഡിയോസിന്റെ അഡിക്ഷനിൽ നിന്നും ഫോൺ ഉപയോഗത്തിന്റെ അഡിക്ഷനിൽ നിന്നും എല്ലാം കുട്ടി മാറുന്നത്. മുടി വെട്ടുന്ന കേസാണെങ്കിലൊക്കെ കുട്ടി മാറുന്നത് അതിന് ആ ഘട്ടങ്ങൾ പൂർത്തിയാക്കി വരാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിർബന്ധമായിട്ട് വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പിന്നെ പെരുമാറ്റത്തിലൂടെ കുട്ടിക്ക് ഇനി ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ മുഴുവനും കുട്ടി കേട്ടു കൊടുക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ആശങ്കകൾ മുഴുവനും മാറി വരികയും ചെയ്യും. അപ്പോൾ ഇത് വളരെ മർമ്മപ്രധാനമായിട്ട് ശ്രദ്ധിക്കണം തോന്നുന്നു. അതായത് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 3 മാസം എടുത്തിട്ടൊക്കെയാണ് ഒരു സ്വഭാവം രൂപപ്പെടുന്നത്. പക്ഷേ ലെറ്റിലൊക്കെ തൽപരരായി വന്ന ആൾക്കാർ ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് കാണാറുണ്ട്. ഞെട്ടിക്കുന്ന റിസൾട്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇതിനെതിരെയുള്ള മൈൻഡോട് കൂടെ വന്ന് അങ്ങനെ വരുമ്പോൾ സമയമെടുക്കും.
അവരെപ്പോഴാണോ വില്ലിങ് ആകുന്നത് അപ്പോഴാണ്, അവരെപ്പോഴാണോ അതിന് ഒരുങ്ങുന്നത് അപ്പോഴാണ് റിസൾട്ട് കാണുക. അതേ സമയത്ത് ഒരാൾ പൂർണ്ണ മനസ്സോടുകൂടെ സന്നദ്ധമാണോ ചെറിയ സമയം കൊണ്ട് റിസൾട്ട് കാണാം. പക്ഷെ അതിന്റെ പൊതുവായ സമയക്രമം 3 മാസമൊക്കെ എടുത്തിട്ട് അങ്ങനെ ആക്കം പോലെ അങ്ങനെയാണത്. അത് സാവകാശം റിസൾട്ട് കാണുക എന്നുള്ളതാണ്. ഒരാൾക്ക് ധൃതിയില്ലേ, പെട്ടെന്ന് റിസൾട്ട് കാണും. ധൃതി ഉണ്ടോ, റിസൾട്ടിന് താമസം ഉണ്ടാകാം. നമ്മൾ അതിന് പറയുന്ന ഒരു കായികണ്ട്, സ്ലോ ഈസ് ഫാസ്റ്റ്. ഒരാൾക്ക് സ്ലോ ആകാൻ സന്നദ്ധത ഉണ്ടോ, ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാകും. അതായത് ധൃതി ഉണ്ടോ, അയാൾക്ക് പലപ്പോഴും അയാൾക്ക് വിശ്വാസം കുറവായിരിക്കും. അജലത്ത് മിനശ്ശൈത്വാൻ. അപ്പൊ ധൃതി കാണിച്ചാൽ അയാൾക്ക് ഇതിൽ ആത്മവിശ്വാസക്കുറവുണ്ടാകും, വിശ്വാസക്കുറവുണ്ടാകും. അതോടെ സംഗതി ദൂരത്തായി. രണ്ടും ശരിയും. പൊതുവില് മനുഷ്യന്മാർക്കൊരു സ്വഭാവം ഉണ്ടെന്ന് അതൊന്നും ഇപ്പൊ ഇക്കാലത്ത് നടക്കൂലാറ് സ്ഥിരപ്പെട്ടു. അതായത് നൈബ് സമാനന വലൈബ് ഫീന. സത്യത്തിൽ കാലത്തെ വെറുതെ കുറ്റപ്പെടുത്തുക. കാലത്തിന് കുറ്റമൊന്നുമില്ല. ഈ കാലത്തെ മക്കൾക്കും കുറ്റമൊന്നുമില്ല. പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ പലരും കുറ്റം പറയുന്നതാണ്. യുവാക്കൾക്ക് കുറ്റമൊന്നുമില്ല. യുവാക്കള് എന്ന് പറയുന്നതിന് കുറ്റമൊന്നുമില്ല. പിന്നെ പലപ്പോഴും കുറ്റം ആർക്കാന്നറിയോ, ഈ യുവാക്കളെയും അവരുടെ നന്മയും കാണാൻ കഴിയാത്തത്. നമ്മളെ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു വിഷയം, ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞിട്ടൊന്നും മാറിപ്പോയൊരു വിഷയമാണ്. ഫോൺ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ഥാപനത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപകൻ, നല്ല കഴിവിട്ട അധ്യാപകനാണ്. അപ്പോൾ യാദൃശികമായി ഞാൻ അവിടെ മറ്റൊരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ക്ലാസ് എടുക്കണം. അപ്പോൾ സത്യത്തിൽ ഞാനതിന് മാനസികമായി അപ്പോൾ വില്ലിങ് അല്ല, ഒരുക്കല്ല. പക്ഷെ അയാളെ പറച്ചില് ഒഴിഞ്ഞു മാറുന്നതൊരു അനൗചിത്വം. കാരണം അയാൾ അത്രയും ഒരുങ്ങിയിട്ടാണ് പറയുന്നത്. ഞാനത് ഒരുങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ക്ലാസ് എടുത്തു. അപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ ഈ വിഷയമായിരുന്നു അതിൽ വന്നത് ഏകദേശം. അപ്പോൾ ക്ലാസ് ഏകദേശമൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അയാൾ എന്നോട് ചോദിച്ചു, ഈ ഫോൺ യൂസേജ് ആണ് ഞങ്ങൾ കുട്ടികളിൽ കാണുന്ന ഒരു താമസിക്കുന്നവരുണ്ട് വലിയ പ്രശ്നം. അപ്പോൾ താമസിച്ച് പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഒന്ന് സ്വന്തം ഫോൺ, അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊന്ന് ഈ ഡിവൈസ് ഉണ്ട്, പഠനത്തിന് വെച്ച വലിയ ഡിവൈസ്, അതിലും കുട്ടികൾ പലതും കാണുന്നു. അതുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ അത് ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡിവൈസിന്റെ ലോകത്ത് ഡിവൈസുകൾ തടയുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അയാൾ ചോദിച്ചു, പിന്നെ ഇത് അനുവദിച്ചാൽ ആകെ പ്രശ്നമാവൂലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുക ചെയ്യണ്ടേ. എങ്ങനെ ചെയ്യണം? നിങ്ങൾ എല്ലാ കുട്ടികൾക്കും ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇന്ന വിഷയം ഇത്ര കാലത്തിനിടയിൽ പഠിച്ച് അവതരിപ്പിക്കുക. ഓരോ കുട്ടിക്കും ഇഷ്ടമുള്ള വിഷയം കൊടുക്കാൻ പറഞ്ഞു. സോപ്പ് ഒരു കുട്ടി ഏറ്റെടുത്ത്, വേറെ കുട്ടി ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ അവതരിപ്പിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഒരു കുട്ടി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് സംഭവിച്ചത് എന്താ അറിയോ, ഒരു കുറഞ്ഞ കാലയളവ് കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു പ്രോഗ്രാമിന് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇവിടുത്തെ കുട്ടികൾ എന്ത് ഫോൺ കയ്യിൽ കൊടുത്താലും ഡിവൈസ് ഓപ്പൺ ചെയ്ത് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല, ആരും ഷോർട്ട്സോ റീൽസോ ഒന്നും കാണും. ഇപ്പം എന്താ സംഭവം? ഇവരിത് കൊടുത്തപ്പോൾ അവിടുത്തെ സ്ഥാപനത്തിൽ ഒരാൾ തന്നെ എന്നോട് പറഞ്ഞു, കുട്ടികളിൽ ഒരാളോട് ഒരു സദസ്സിൽ വെച്ച് ഇങ്ങനെ ആർക്കെങ്കിലും ഒരു കുട്ടി പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാം. എന്താ മാറ്റർ? സോപ്പിനെ പറ്റി ഈ മാർക്കറ്റിലുള്ള എല്ലാ സോപ്പും ഏതാണ് നല്ലത്, ഏതാണ് മോശം, ഒരു സോപ്പിന്റെ നന്മ എന്താണ്, തിന്മ എന്താണ്, ഒരു സോപ്പ് എത്ര തവണ ഉപയോഗിക്കാം, സോപ്പിന് എന്തുകൊണ്ടാണ് വില കൂടുന്നത്, വില കുറയാൻ എന്താ ചെയ്യേണ്ടത്, ക്വാളിറ്റി കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം സെർച്ച് ചെയ്ത് എല്ലാം കുട്ടി പഠിച്ചിട്ട് ആരെന്ത് ചോദിച്ചാലും കുട്ടി ആൻസർ പറയും. ഈ പ്രവണതയിലേക്ക് കുട്ടി വന്നപ്പോൾ കുട്ടിക്ക് പിന്നെ ഫോൺ കൊടുത്താലും മിസ്യൂസ് ചെയ്യൂല. അപ്പോൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്, സോഷ്യൽ മീഡിയ ലിറ്ററേഷൻ, സോഷ്യൽ മീഡിയ സാക്ഷരതയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. പക്ഷേ ഈ സാക്ഷരത, അതിലെ നിരക്ഷരതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രശ്നത്തിന്റെ വക്താക്കളാക്കി മാറ്റുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലും അങ്ങനെ കൊണ്ടുവന്നാൽ അതിനെ സുഖം ഉണ്ടാകുള്ളൂ. ഒരു ഫോൺ ഉപയോഗിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ 4 പേജ് ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ ഓതിയാൽ അവന് അത് റീകോൾ ചെയ്യുന്ന സമയത്ത്, അത് ഓർമ്മിക്കുന്ന സമയത്തെല്ലാം ഒരു ആത്മവിശ്വാസം കൂടുക ചെയ്യുക. അതേസമയത്ത് റീൽസ് കണ്ട് ഷോർട്സ് കണ്ടിരുന്നാൽ അത് ഓർക്കുന്ന സമയത്ത് ഒരുതരം ഇതാ ഉണ്ടാവുക, കുറ്റപ്പെടുത്തൽ, സ്വയം കുറ്റപ്പെടുത്തൽ, ഒരു റിഗ്രറ്റ്, ഒരുതരം എന്തൊക്കെ ഒരു നഷ്ടബോധമാണ് ഉണ്ടാവുക. മറ്റത് അങ്ങനല്ല. മറ്റത് അതിലൊരു കുറച്ച് ദിക്റ് ചൊല്ലി, ഒരു വിറുത് ചൊല്ലി, അതെങ്കിലും അങ്ങനെ എന്തോ ഒരു നല്ലത് ചെയ്തു. അപ്പോൾ അതിനൊക്കെ അവസരമാണത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ, പിന്നെ കുറച്ചു മുമ്പ് ഒരു മെഡിക്കൽ സയൻസിൽ PG ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് കുറേ PDF നഷ്ടപ്പെട്ടു, നിങ്ങളൊന്ന് പെട്ടെന്ന് അയച്ചു തരുമോ, ഏതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്ത് യാസ്, ഇതിൻ്റെയൊക്കെ ഒന്ന് അയച്ചു. ഞാൻ എപ്പോഴും ഓതുന്നതാണ്, ഇത് നഷ്ടപ്പെട്ടപ്പോൾ അത് കിട്ടുന്നുമില്ല, ഒന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര രസമാണത്.
അപ്പോൾ ശരിക്കും ഒരു ഇസ്ലാമികമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സുഖത്തിനുള്ളതാണ്, ഒരു സന്തോഷത്തിനുള്ളതാണ്, സമാധാനത്തിനുള്ളതാണ്. അതിലെന്തും ഇപ്പോൾ ഞാൻ ഇന്നിങ്ങനെ യാത്ര ചെയ്ത് രാവിലെ വരികയാണ് ഇങ്ങോട്ട്. വരുമ്പോൾ ഒരു വയലിൻ്റെ കര, പിന്നെ ഒരു ഫാമിലി ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരു 4 വീലർ കുട്ടികളുടെ വണ്ടി വാങ്ങി ഒരു വയൽക്കരയിൽ കൊണ്ടുവച്ചിട്ട് അത് റീൽസ് എടുക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്നറിയാം. ഇപ്പം നമ്മളിപ്പോൾ പലയിടത്തും ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സമൂഹം കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ലൈഫിൽ എൻ്റർടൈൻ വ്യാപകമായി ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഒരു മുസ്ലിമിൻ്റെ കൺസെപ്റ്റ് എന്താ? അൽ ജുമുഅത്തു ഈദുൽ മുഅ്മിനീൻ. അതെ, എല്ലാ ആഴ്ചയിലും ആഘോഷിക്കണം. വെള്ളിയാഴ്ച ആഘോഷിക്കേണ്ടത് എങ്ങനെയാ? ആഘോഷം കഴിഞ്ഞ് പിറ്റേന്ന് അത് ഓർക്കുമ്പോൾ തോന്നിയാസാണെന്ന് തോന്നുന്ന ഐറ്റംസ് ചെയ്തിട്ട് കൂത്താടിയിട്ടല്ല, ടെൻഷനാവുക ചെയ്യുക. അതേസമയത്ത് പിന്നീട് അത് ഓർക്കുമ്പോഴും സന്തോഷമുള്ളത്. അപ്പൊ അത്തരം സംഗതികൾ അവരെ അവരെ ബോധവൽക്കരിച്ചാൽ അത് ഭയങ്കര പരിഹാരമാണ്. അപ്പൊ ഡിവൈസുകൾ അവഗണിക്കല്ല ചെയ്യേണ്ടത്, യൂസ്ഫുൾ ആക്കുക ചെയ്യേണ്ടത്, ഉപകാരപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്, സാക്ഷരത കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പൊ അതൊരു സുഖമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ച വളരെ ഉസ്താദിന്റെ സാന്നിധ്യം വളരെ സന്തോഷമായി. പിന്നെ ഉസ്താദ് മലപ്പുറം ജില്ലാ SYSന്റെ നിലവിൽ മുൻ സെക്രട്ടറിയാണ്. അൽഹംദുലില്ലാ സാന്ത്വനം വകുപ്പിലാണ് ഇപ്പൊ ജനറൽ കൺവീനറാണ്. സാന്ത്വനത്തിന്റെ ജനറൽ കൺവീനറാണ്. നേരത്തെ തന്നെ സംഘടനയിലും അതുപോലെ ദർസിലും ഒക്കെ സജീവമായുള്ള ആളാണ്. പിന്നൊന്ന് ഈ സമീപന രീതി നേരത്തെ തന്നെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതും അത് വളരെ സന്തോഷമായി. അപ്പോൾ ഈ ഒരു ഈ ഒരു ആശയവും ഈ ഒരു ശ്രമമൊക്കെ നമ്മുടെ വൈജ്ഞാനിക ലോകത്ത് പ്രത്യേകിച്ച് മതപഠന മേഖലയിലും എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊരു വലിയ ലക്ഷ്യത്തോടുകൂടി, അതായത് ഒരുപാട് സ്വാലിഹീങ്ങൾ ചെയ്ത വലിയ സേവനങ്ങൾ അതിന്റെ പിന്തുടർച്ചയായി ആകാവുന്ന അണ്ണാരക്കണ്ണൻ തന്നാലാവുന്നത് എന്ന് പറയുമ്പോൾ വല്ലതൊരു ശ്രമമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ശ്രോതാക്കൾക്കും ഇതിനെ പിന്തുടരുന്ന ഫോളോവേഴ്സിനെല്ലാം നമ്മുടെ ഈ സന്തോഷം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.